എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ മുമ്പിലോട്ട് വരുമ്പോൾ അതിന്റെ രണ്ടാമത്തെ റക്അത്തിൽ ഇമാം ഇത് പാരായണം ചെയ്യുമ്പോ എല്ലാ വെള്ളിയാഴ്ചകളും വിശ്വാസികൾ ഒരിക്കൽ ഒരുമിച്ച് കൂടുന്ന മഹാരീതിയിൽ അല്ലാഹു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഗാഷിയ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ അതാക ഹദീസുൽ ഗാഷിയ വജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. എന്തിനാണ് ഈ ജീവിതത്തിന്റെ ജനനമൃതികളുടെ ഇടകളിലൂടെ നടന്നു പോകുന്ന ജീവിതത്തിൽ ഒരു തുച്ഛമായ ആയുസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദുനിയാവിൽ തരികയും ആ ആയുസിന്റെ ഉള്ളിൽ പരമാവധി നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോ എല്ലാ വെള്ളിയാഴ്ചകളിലും ഭൗതികമായ ജീവിതത്തിന്റെ നാട്യനടലുകളിലൂടെ നടന്നു പോകുന്ന മനുഷ്യനോട് ആ ഒരാഴ്ചകൾക്കുള്ളിൽ അവൻ ധാരാളം പ്രവർത്തനങ്ങൾ അവന്റെ വാക്കുകൊണ്ടും അവന്റെ കൈകൊണ്ടും ഹൃദയം കൊണ്ടും ധാരാളം പ്രവർത്തനങ്ങൾ അവൻ ചെയ്യുമ്പോ അല്ലാഹു അവരോട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഹൽ അതാക ഹദീസുൽ ഗാഷിയ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകനെ അഭിസംബോധന ചെയ്തിട്ടാണ് ചോദിക്കുന്നത്, നബിയേ ഹൽ അതാക ഹദീസുൽ ഗാഷിയ, ആ വരാനിരിക്കുന്ന മഹാസംഭവത്തെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയെത്തിയോ നബിയേ? ഇനി വരാനിരിക്കുന്ന, ഇനി നമ്മൾ കാണാനിരിക്കുന്ന, നമ്മളെല്ലാവരും അഭിമുഖീകരിക്കേണ്ട ഒരു മഹാസംഭവം വരാനിരിക്കുന്നുണ്ട്. ആ വരാനിരിക്കുന്ന മഹാസംഭവത്തെ കുറിച്ചുള്ള വൃത്താന്തം അങ്ങേക്ക് വന്നിട്ടില്ലയോ? ഹൽ അതാക ഹദീസുൽ ഗാഷിയ, ആ മഹാസംഭവത്തിന്റെ പൊരുളുകൾ അറിയുന്നില്ലയോ? സഹോദര, വെള്ളിയാഴ്ച ജുമുഅ നമസ്കരിക്കാൻ വേണ്ടി, പവിത്രമായ ജുമുഅക്ക് വേണ്ടി പള്ളിയിലെ രണ്ടാമത്തെ റക്അത്തിൽ ഇമാമ് നമ്മുടെ മുമ്പിൽ നിന്ന്, അത് മണപ്പള്ളി ജുമുഅ മസ്ജിദിലാവട്ടെ, ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജുമുഅകളിലാകട്ടെ, രാഷ്ട്രീയ തലങ്ങളിലും ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ജനീവയിലും സുഡാനിലും എന്നു വേണ്ട ലോകത്ത് ആദ്യമായി പത്രം വായിക്കുന്ന ഫിജി എന്ന കരീബിയൻ രാഷ്ട്രത്തിൽ പോലും ഏത് ഭാഷ സംസാരിക്കുന്ന ഇമാമാവട്ടെ, അയാൾ മലയാളം പറയുന്നവനാവട്ടെ, തമിഴ് പറയുന്നവനാവട്ടെ, ഹിന്ദി പറയുന്നവനാവട്ടെ, അങ്ങകലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ അതാത് കാലഘട്ടങ്ങളിലെ ഇംഗ്ലീഷോ ഫ്രഞ്ചോ എന്ന് വേണ്ട ഏത് ഭാഷകൾ സംസാരിക്കുന്ന ഇമാമാണെങ്കിലും ആ ഇമാമെല്ലാം ഒരേ ഭാഷയിൽ, ഒരേ സ്വരത്തിൽ, അറബി ഭാഷയിൽ ഒരേ സ്വരത്തിൽ, ഒരേ നിയമത്തിൽ അവര് പാരായണം ചെയ്യുന്ന ഒരു മുന്നറിയിപ്പ് ഏതെന്നറിയോ? ഭൗതികമായ ജീവിതത്തിന്റെ ഈ കിടമത്സരങ്ങളുടെ ഇടയിലൂടെ എന്തൊക്കെയോ മിഥ്യാധാരണകളിൽ ചീറിപ്പാഞ്ഞു പോകുന്ന മനുഷ്യനോട് അല്ലാഹു പറയുകയാണ്, നിങ്ങൾ ഈ കണ്ടതൊന്നും സംഭവങ്ങളല്ല, ഇന്ന് നടന്നതോ ഇനി നടക്കാനിരിക്കുന്നതോ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നതോ അതൊന്നും ഒരു മഹാസംഭവമാണെന്ന് നിങ്ങൾ വിലയിരുത്തണ്ട. വരാനിരിക്കുന്ന ഏറ്റവും വലിയ മഹാസംഭവം ഏതെന്നറിയോ? അത് ശാസ്ത്രം പറയുന്നത് പോലെ നമ്മളെല്ലാവരും നിസ്സാരമായി കിടന്നുന്ന ഒരു തുള്ളി ജലത്തിന് വേണ്ടി വരുന്ന മൂന്നാം ലോക മഹായുദ്ധമല്ല. സൂര്യനും ചന്ദ്രനും ഒരേ രേഖയിൽ വന്നിട്ട് വരുന്ന സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ 1000 ആണ്ട് വർഷങ്ങൾ ഒരിക്കലെങ്ങാനും പിറവിയെടുക്കുമെന്ന് പറയുന്ന ഉൽക്കകളുടെ വരവോ, അതല്ലെങ്കിൽ ബഹിരാകാശ ലോകത്തേക്ക് പോകുന്ന ഇലോൺ മസ്കിന്റെ ഭൗതിക വാഹനത്തെ കുറിച്ചുള്ള ചർച്ചയോ, മനുഷ്യന്റെ എല്ലാ രഹസ്യങ്ങളും ഒരു നഖത്തിന്റെ 4 വലിപ്പമില്ലാത്ത ചിപ്പിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ച് 1000 കണ്ടുപിടുത്തങ്ങളുമായി മനുഷ്യൻ മുമ്പോട്ട് പോകുമ്പോ വരാനിരിക്കുന്ന മഹാസംഭവങ്ങളുടെ മുമ്പിൽ അത്ഭുതത്തോടെ നിൽക്കുന്ന 2030 അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. 2050 ആകാശത്തിലൂടെ പറന്നു പോകുന്ന കാറുകൾ വരാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ വരാനിരിക്കുന്ന മഹാസംഭവത്തെ കുറിച്ച് നമ്മൾ ഇങ്ങനെ വാചാലരാകുമ്പോ എല്ലാ വെള്ളിയാഴ്ചയും ഖത്തീബ് നമ്മളോട് ഓതി പറയുകയാണ്, അതൊന്നും ഒരു സംഭവമല്ല, അതൊന്നും ഒരു അത്ഭുതമല്ല, അതൊന്നും പ്രതീക്ഷിക്കേണ്ട കാത്തിരിപ്പല്ല. പിന്നെയോ മനുഷ്യൻ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ മഹാസംഭവം ഹൽ അതാക ഹദീസുൽ ഗാഷിയ, ആ വരാ
വരാനിരിക്കുന്ന മഹാസംഭവത്തിന്റെ വിവരം അങ്ങയുടെ മുമ്പിലെത്തിയോ നബിയേ? ഏതാ വരാനിരിക്കുന്ന മഹാസംഭവം ഏതെന്നറിയോ? അല്ലാഹു പറയുകയാണ്, വുജൂഹു യൗമൈദിൻ ഖാശിആ, വുജൂഹു യൗമൈദിൻ ഖാശിആ. അന്നത്തെ ദിവസമാണ് മുഖം വല്ലാതെ പേടിച്ചു പരിഭ്രാന്തരായി, ഹൃദയം കിടുകിടാ വിറച്ച്, കാലുകൾക്ക് ബലം നഷ്ടപ്പെട്ട്, കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ട് ഒരു മനുഷ്യൻ നിസ്സഹായനായി. ആമിനത്തുൻ നാസിബാ വുജൂഹു യൗമൈദിൻ ഖാശിആ. അന്നത്തെ ദിവസം പേടിച്ചു വരച്ചു പരിഭ്രാന്തനായി. ആ മനുഷ്യന്റെ മുഖത്തുള്ള സൗന്ദര്യവും സൗരഭ്യവും സൗമ്യതയും നഷ്ടപ്പെട്ട് അവന്റെ മുഖത്ത് പേടിയുടെ അടയാളങ്ങൾ വന്ന് പേടിച്ചു നിൽക്കുന്ന ഒരു ദിവസം വരാനുണ്ട് നബിയേ. ആ ദിവസമാണ് മഹാസംഭവമാണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖറജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ. ദിവസത്തിന്റെ ഭയാനതയെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത്. ഈ ഭൂമി കിടുകിടാ വിറക്കുന്ന ദിവസം, പൊട്ടിപ്പിളർന്ന് താഴെ വീടുന്ന ദിവസം, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമത്രേ, ആകാശം പൊട്ടിപ്പിളരുമത്രേ, ജന്തുജാലങ്ങൾ ചത്തു മലക്കുമത്രേ, ഈ ഭൂമി മുഴുവനും തവളം തവളമായി പൊട്ടിവിറക്കുമത്രേ. ആ ദിവസത്തെ കുറിച്ചാണ് വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നത്. യൗമൈദിൻ യത്തബിഊന ദാഇയ ലാ ഇവദ ലാ വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാനി ഫലാ തസ്മഉ ഇല്ലാ ഹംസാ വയദറുഹാ കാൻ സഫ്സഫാ ലാ തറാ ഫീഹാ ഇവജൻ വലാ അംദാ വയസ്അലൂനക അനിൽ ജിബാൽ ഫഖുൽ യൻസിഫുഹാ റബ്ബി നസഫാ. ഈ ഭൂമി മുഴുവനും പ്രപഞ്ചം തകർന്ന് തരിപ്പണമായി ഏകനായ പടച്ചവന്റെ മുമ്പിലേക്ക് നിന്നെ ഹാജരാക്കുന്ന ദിവസം. ആ ദിവസമാണ് നീ പേടിച്ചരണ്ട് നിൽക്കുന്നതെന്ന് വിശുദ്ധ ഖുർആൻ. ആ മഹാസംഭവം ഏതാണ്? ആ മഹാസംഭവമാണ് ഹൽ അതാക ഹദീസുൽ ഗാശിയ. ഹബീബായ നബി തങ്ങൾ മദീന പള്ളിയിൽ ഇരിക്കുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, എല്ലാരും ഉറക്കപ്പറയും, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, താജ്ദാരെ മദീന നബി മുഹമ്മദ് മുസ്തഫ, കഅബേ ക ബദറുദ്ദുജാ നബി മുഹമ്മദ് മുസ്തഫ. ആ ഹബീബിന്റെ പേര് പറഞ്ഞിട്ട് നമ്മുടെ ഹൃദയത്തെ നമുക്കൊന്ന് ശുദ്ധിയാക്കാം. ആ മദീനയുടെ ഹബീബാണ് നമ്മുടെ ചാരത്തേക്ക് കടന്നു വരേണ്ടത്. തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുഗ്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക. തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുഗ്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക. ക്ഷമിപ്പിൻ, 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 ക്ഷമാശീലനാണ് എത്രയും ശക്തനെന്നോദിയ വേദപാരംഗത. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടഞ്ഞും തർക്കിച്ചും പരിഹസിച്ചും പരസ്പരം പോരടിച്ച് നടന്ന ഔസിനെയും ഖദറജിനെയും ഇസ്ലാം എന്ന ഒരൊറ്റ പാശത്തിൽ ഒന്നിച്ചാക്കിയ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഹബീബിന്റെ പാടങ്ങളിലൂടെയും പാദങ്ങളിലൂടെയും നടക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ ഹബീബായ നബി തങ്ങളുടെ വഴിയാണ് നമ്മുടെ വഴി. അല്ലാഹുവിന്റെ റസൂല് വിളിച്ചപ്പോൾ അബൂജഹൽ ഉത്തരം കൊടുത്തില്ല, അബൂലഹബ് ഉത്തരം കൊടുത്തില്ല. കാരണം അതവരുടെ അഹങ്കാരം അതിനെ സമ്മതിച്ചില്ല.
പക്ഷേ വഴിയിലൂടെ നടന്നു പോകുന്ന മിണ്ടാപ്രാണി, വിവേകമില്ലാത്ത പഞ്ചേന്ദ്രിയ പരിജ്ഞാനമില്ലാത്ത മിണ്ടാപ്രാണി അമാൻപേടെ ഹബീബിന്റെ വിളിക്കുത്തരം കൊടുത്തു. കല്ലുകളെ ഹബീബിന്റെ വിളിക്കുത്തരം കൊടുത്തു. കല്ലിനേക്കാൾ വലിയ മനസ്സുള്ള മനുഷ്യന് ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ല. മാൻപേടെ ഉത്തരം കൊടുത്തു അത്രേ. മനുഷ്യൻ കൊടുത്തില്ല. അബൂലഹബ് ഹബീബിന്റെ അയൽപക്കക്കാരനാണ്, അബൂജഹൽ അയൽപക്കക്കാരനാണ്. പക്ഷെ ഉത്തരം കൊടുത്തില്ല. പക്ഷേ മാൻപേടെ ഉത്തരം കൊടുത്തു അത്രേ. സാഹിബുല്ലബിയതി ഹത്താ തർജിഉ ലിമനി ഇസ്താദ സരിആ ലിമാനുൻ നബി വഫത് അലൈഹി സലാം ലാമീനു ലബിയതി ഹത്താ തർജിഉ ലിമനി ഇസ്താദ സരിആ ലിമാനുൻ നബി വഫത് അലൈഹി സലാം. ഹബീബായ നബിയുടെ വിളിക്കുന്ന ഉത്തരം കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂൽ മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. ഓ നബിയേ ഹല്ലതാക ഹദീദുൽ ഗാശിയ, അങ്ങേക്കാ മഹാസംഭവത്തിന്റെ വൃത്തമെത്തിയില്ലയോ നബിയേ? ഈ ആയത്ത് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കവിൾ തടത്തിലൂടെ കണ്ണുനീര് തടം തള്ളിയാ തൊടുകയിട്ട് ഹബീബായ നബി പറഞ്ഞു അത്രേ, അതേ കദ അത്താനി റബ്ബി, കദ അത്താനി റബ്ബി, അതേ എന്നെ അല്ലാഹു പറഞ്ഞ വിവരം എനിക്ക് എത്തി എന്ന് പറഞ്ഞ് പിന്നീടുള്ള 3 രാത്രികളിൽ ഹബീബായ നബി തങ്ങൾ ഈ ആയത്തോത്തിട്ട് പൊട്ടിക്കരയുമായിരുന്നു എന്ന് ചരിത്രം നമ്മളോട് പറയുന്നുണ്ട്. അല്ലാഹു നമ്മളെ ആ വഴിയിലേക്ക് എത്തിച്ചു തരട്ടെ. ആമീൻ പറയും. വലിയ മഹാസംഭവം ഈ കണ്ടുന്ന ഒരു സംഭവമല്ല, മഹാസംഭവം വരാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ഈ കാണുന്ന ഒന്നും ഒരു സംഭവമല്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവണില്ലേ? ഉണ്ടോ ഇല്ല? ഇതൊന്നും മിണ്ടാത്ത മാലക്കുമില്ല തന്തിക്കൂന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അതിയമൈതൊരു നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സല്ലല്ലാഹ് അഗദിദയാലു ഹബീബുല്ലാഹ് ആമന്നാ ബിറസൂലില്ലാഹ് ഹസ്ബി റബ്ബി. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ വേറെ ഇന്ന് ബാക്കവിയുടെ വാള് കഴിഞ്ഞു പോകുമ്പോ ഇനി അടുത്ത വെള്ളിയാഴ്ച ആയത്ത് കേൾക്കുമ്പോ ഇതെല്ലാം എന്ത് ചെയ്യും? ഓർമ്മ വരും. അടുത്ത വെള്ളിയാഴ്ച നമുക്കിത് ഓർമ്മ വരണം. ഇതൊക്കെയാണ് ഈ പറഞ്ഞത് എന്ന് നമുക്ക് ഓർമ്മ വരണം. ആ സമയത്ത് ആ മഹാസംഭവം നമുക്കാർക്കും യാതൊരുവിധ സ്വാധീനവും ഇല്ല. ആരെയും സ്വാധീനിക്കാൻ കഴിയില്ല. ഒരു മനുഷ്യനും നമ്മുടെ സഹായത്തിനില്ല. ഒരാള് നമ്മുടെ കൂടെ ഇല്ലാത്തൊരു കാലം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഒരാളുമില്ലാത്ത ഒരു സമയമുണ്ട്. മനുഷ്യന്റെ ബോധ്യം അവിടെയാണ്. ആ ബോധ്യമില്ലാത്ത ഒരു മനുഷ്യനും ഭൂമിയിൽ നല്ലവനാവാൻ പറ്റില്ല. ഭൂമിയിൽ നല്ലവനാകാൻ, നന്മയോടെ ജീവിക്കാൻ, സത്യത്തോടെ ജീവിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വാസം പരലോകത്തിന്റെ വിശ്വാസമാണ്. ഞാൻ ഒരിക്കൽ അവസാനിക്കും, മഹ്ശറിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കും എന്ന ഒരു ബോധ്യമാണ് കാട്ടാളനായ ഖത്താബിന്റെ മകൻ ഉമർ റളിയല്ലാഹു അൻഹു ആക്കിയത്. ആ ബോധ്യം ഇല്ലാത്തടത്തോളം പിന്നെ ആരോടെന്ത് വാള് പറഞ്ഞിട്ടെന്ത് കാര്യം? ചാത്തപ്പൻ എന്ത് മഹ്ശറാന്ന് ചോദിച്ച മാതിരി. ചാത്തപ്പൻ എന്ത് പടച്ചോനെ പേടിയുണ്ട്, പരലോകത്തെ പേടിയുണ്ട്, മരണശേഷം ഒരു ജീവിതമുണ്ടെന്ന് ബോധ്യമുണ്ട്. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും, ഞാനും നിങ്ങൾ പഠിക്കുന്നത് എന്നോട് നിങ്ങളോടുള്ള വാളാണ്. അപ്പോഴാണ് നമുക്ക് ഈ ഭൂമിയിൽ തെറ്റേത് ശരിയേത്, സത്യമേത് അസത്യമേത്, ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന ചോദ്യം നമ്മുടെ നേരെ വരുന്നപ്പോഴാണ്. എപ്പോഴാണ്? ഈ ദുനിയാവിൽ ആർക്കും ജയിക്കാം, ആർക്കും തോക്കാം. പക്ഷെ ജയവും തോൽവിയും നിർണായകമാകുന്നത് എവിടെയാണ്? ജയവും തോൽവിയും നിർണായകമാകുന്ന എവിടെയാ? ഇവിടെ ആർക്കും ജയിക്കാം, ആർക്കും തോൽക്കാം, ഒരു പ്രശ്നവുമില്ല.
ആരെയും വിലക്കെടുക്കാതിരിക്കാം. പക്ഷെ തോൽവി നിർണായകമാകുന്നത് എപ്പോഴാണ്? നീ തോറ്റു. എന്നാൽ നാളെ പരലോകത്ത് തോറ്റുപോയവന് കത്തിക്കാളുന്ന നരകമാണ് പ്രതിഫലം. ഇനി ഒരാളോട് പറയാണ് നീ ഇവിടെ ജയിച്ചു കേട്ടോ. എന്നാൽ അവിടെ ജയിച്ചവൻ അല്ലാഹു കാലാകാല സ്വർഗമാണ് നൽകുക. ഈ ദുനിയാവിലെ ജയപരാജയങ്ങൾക്ക് പടച്ചവൻ പ്രതിഫലം നിശ്ചയിച്ചിട്ടില്ല സഹോദരങ്ങളെ. അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നത് നാളെ നിങ്ങളുടെ മുഖം പരിഭ്രാന്തമാകും. പേടിച്ചു വിറച്ചു നിൽക്കുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്. വലൈസലിൽ ഇൻസാനി ഇല്ലാ മസാ വഅന്ന സഅയഹു സൗഫ യുറാ. നിങ്ങൾ ചെയ്തതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാത്ത, ഒരാളെയും നിങ്ങൾക്ക് വിലക്കെടുക്കാൻ കഴിയാത്തൊരു ദിവസം വരാനുണ്ട്. അന്ന് നിങ്ങളുടെ പണത്തിന്റെ സ്വാധീനം വിലപ്പോവുകയില്ല, അധികാര സ്വാധീനം വിലപ്പോവുകയില്ല. സ്വാധീനങ്ങൾക്ക് വഴങ്ങാത്ത ജഡ്ജിയും സ്വാധീനങ്ങൾക്ക് വഴങ്ങാത്ത സാക്ഷിയും സ്വാധീനങ്ങൾക്ക് വഴങ്ങാത്ത തിരുത്തപ്പെടാത്ത കുറ്റപത്രങ്ങളും FIR-ഉം അടക്കം എല്ലാം പടച്ചവന്റെ മുമ്പിൽ ഭദ്രമായി ഹാജരാക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ അഭിമുഖീകരിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ ആ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരാം. അല്ലാഹു നമുക്കതിനെ തൗഫീഖ് നൽകട്ടെ. ആ ദിവസം നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരാൾ നിങ്ങളുടെ മുമ്പിലില്ലാത്ത ദിവസം. ആ സമയത്ത് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാരാ? യുബസ്സറൂനഹും യബദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനി വസാഹിബതിഹി വഅഖീ وفصيلته التي تؤوي ومن في الأرض جميعا ثم ينجي. വാക്കവി ഓതുന്നതൊന്നും ആരെയും ഒരാളെയോ ഒരു വിഭാഗത്തെയോ ലക്ഷ്യപ്പെടുത്തിയിട്ടല്ല. ഞാൻ ഈ ഓതുന്നതെല്ലാം വിശുദ്ധ ഖുർആനാണ്. ഇത് ഖുർആന്റെ ആയത്തുകളാണ്. നാളെ പരലോകത്തെ പടച്ചവന്റെ കോടതിയിൽ ഹാജരാക്കുന്ന ദിവസം പടച്ചവന്റെ കോടതിയുടെ പ്രത്യേകത എന്താ? ആ പടച്ചവന്റെ കോടതിയുടെ പ്രത്യേകത എന്താ? പടച്ചോന്റെ കോടതിയുടെ പ്രത്യേകത എന്താ? പടച്ചോന്റെ കോടതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു സ്വാധീനത്തിന് അത് വഴങ്ങൂല. ജഡ്ജിയെ സ്വാധീനിക്കാൻ പറ്റില്ല. കാരണം ആ കോടതിയിലെ ജഡ്ജിയെ കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട് ഖുർആനിൽ. എന്താണ്? വല്ലാഹു അസീസുൻ ദുന്തിഖാം. നിന്റെ രക്ഷിതാവ് മാന്യനാണ്. ദുന്തിഖാം, മുഖം നോക്കാതെ ശിക്ഷണ നടപടി എടുക്കുന്നവനാണ്. ദുന്തിഖാം, മുഖത്ത് നോക്കൂല. വാക്കവിയാണോ, തങ്ങളാണോ, പ്രഭാഷകനാണോ, മുതലാളിയാണോ, പാവപ്പെട്ടവനാണോ, ഒരു പരിഗണനയും ആ ജഡ്ജിയുടെ മുമ്പിൽ സാധ്യമല്ല. വല്ലാഹു അസീസുൻ ദുന്തിഖാം. പെങ്ങളെ സൗന്ദര്യ മാനദണ്ഡമാവില്ല. ആരുടെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഫാത്തിമ പൊന്നുമോളെ ഫാത്തിമ. അതുകൊണ്ടാണ് മദീനയിൽ ലോകത്തിന്റെ നായകൻ തന്റെ കരളിന്റെ കഷണമായ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്, പൊന്നുമോളെ ഫാത്തിമ, നീ ഉപ്പാന്റെ കരളിന്റെ കഷണമാ. ഉപ്പാന്റെ വരളിൽ പിടിച്ചു നടന്ന പൊന്നുമോളാണ് നീ. അഹ്ലു ബൈത്തിന്റെ ഉമ്മയാണ്. പക്ഷേ നാളെ പരലോകത്ത് മുഹമ്മദിന് നിന്നെ സഹായിക്കാൻ കഴിയില്ലെന്ന് സ്വന്തം മകളോട് പോലും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. കാരണം ഞാൻ ഇന്നാളാണ്, എന്റെ മേൽവിലാസം ഇതാണ്, ഞാൻ 10-35 വർഷം വയല് പറഞ്ഞ ആളാ, ഖുർആൻ പാഠമാക്കിയ ഹാഫിളാ. ഒന്നുമില്ല സഹോദര, ഒരു മുഖം നോക്കാതെ നടപടി എടുക്കുന്ന ജഡ്ജിയാണ് പരലോകത്തിന്റെ ജഡ്ജി. ഖുർആൻ പറയണ പ്രസംഗേ നിങ്ങൾ വേറെ ഒന്നുമായിട്ട് താരതമ്യപ്പെടുത്തരുത്. അല്ലാഹു, ഞാൻ ഇത് ഖുർആനാണ്. ഈ ഖുർആൻ പറയുമ്പോൾ ചിലപ്പോൾ ഞാനാണോ എന്ന് തോന്നുന്നു, നീയാണോ എന്ന് തോന്നുന്നു. അതിനകത്ത് നിങ്ങൾ വിചാരിക്കരുത് അല്ലാഹ് ഇത് ഉസ്താദ് പറയണ അങ്ങനെയൊന്നുമില്ല. ഇതിനകത്ത് എല്ലാവരും ഉണ്ട്.
എന്നെ കണ്ടാ കിണ്ണം കെട്ടവനെ പോലെ തോന്നുന്നു ചോദിക്കരുത്. ഇതിനകത്ത് എന്തുണ്ട്? ഇത് ഖുർആനാണ്. ഖുർആൻ എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാ കാലത്തും. വഫി അംഫുസിക്കും അഫല, എന്താ ഖുർആന്റെ പ്രത്യേകത? വഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ. നിങ്ങൾ ഖുർആനിൽ നോക്കിയാൽ ആകാശം കാണാം, ഭൂമി കാണാം, രഹസ്യം കാണാം, മെഡിക്കൽ സയൻസ് കാണാം, ആസ്ട്രോണമി കാണാം, ബയോളജി കാണാം. വഫി അംഫുസിക്കും, നിന്നെയും കാണാം. വഫി അംഫുസിക്കും, മനസ്സിലായില്ല? നിന്നെയും കാണാം. ഒരു കണ്ണാടിയാണത്. തുറന്നു നോക്കിയാൽ അത് നമ്മുടെ കണ്ണാടിയാണ്. ആ കണ്ണാടിയെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും വിശുദ്ധമായ ഖുർആനിന്റെ തണലിലൂടെ അല്ലാഹു നടത്തി തരട്ടെ. ആ ജഡ്ജിയെ സ്വാധീനിക്കാൻ കഴിയില്ല. വല്ലാഹു അസീസുൻ ദുൻതിഖാം. മുഖം നോക്കൂല, പറ്റില്ല എന്ന് മാത്രമല്ല, ആ കോടതിയുടെ പ്രത്യേകത അത്ര പെട്ടെന്ന് അവധിക്ക് മാറ്റിവെക്കലുമില്ല. പടച്ചോന്റെ കോടതി ഈ കേസ് അടുത്ത അവധിയിലേക്ക് മാറ്റിവെച്ചു. 12-ാം തീയതി വന്നാൽ മതി, അല്ലെങ്കിൽ ഈ സാക്ഷി ഹാജരായില്ല, ഒന്നുമില്ല. ആ സമയത്ത് ഇന്നല്ലാഹ, പടച്ചോന്റെ കോടതി, ലോകത്തിലെ അല്ലാഹുവിന്റെ കോടതി, ആ കോടതിക്ക് കേസ് അവധിക്ക് വെക്കലില്ല, വേറെ ഒരു പ്രതിയിലേക്ക് മാറ്റലില്ല. ലോകത്തിലെ ഏറ്റവും അതിവേഗ കോടതി പടച്ചവന്റെ കോടതിയാണ്. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. എന്റെ പടച്ചവൻ സരീഉൽ ഹിസാബ്, പെട്ടെന്ന് വിധി പ്രഖ്യാപിക്കുന്നവനാണ്. വാദവും കഴിഞ്ഞു, സാക്ഷിയും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. സരീഉൽ ഹിസാബ്, അല്ലാഹുവിന്റെ കോടതി ഏറ്റവും അതിവേഗ കോടതി, ഫാസ്റ്റ് ട്രാക്ക് കോടതി നമ്മൾ കേട്ടിട്ടില്ലേ ദുനിയാവില്? ഇതൊക്കെ ഖുർആന്റെ കോടതിയാണ്. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. നിന്റെ പടച്ചവൻ കോടതി അതിവേഗ കോടതിയാണ്. ഒറ്റ ദിവസം കൊണ്ട് എത്ര സാക്ഷികളാ? നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ട് ഒരു കേസിന് 2 സാക്ഷി മതി. ഇപ്പൊ തന്നെ നമ്മുടെ ചുറ്റും തന്നെ ഏതാണ്ട് 8 സാക്ഷികളുണ്ട്. 8 സാക്ഷികൾ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നമുക്ക് 8 സാക്ഷികളാണ്. എവിടെ പോയാലും, ഒരു കടയിൽ പോയാൽ കാണാം, ഇവിടെ CCTV വെച്ചിട്ടുണ്ട്. നിങ്ങൾ ജാഗരൂകരാകണം, നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. ആ ബോട്ട് കാണുമ്പോൾ നമ്മളെല്ലാവരും പെട്ടെന്ന് നമ്മുടെ മുഖിയൊന്ന് ചീടി ഒതുക്കും. ഒന്നുമല്ലെങ്കിൽ ക്യാമറയിൽ കാണുമ്പോൾ ഒന്ന് കാണുന്നതിനൊരു ഭംഗി വേണ്ടേ? മുണ്ട് നന്നായിട്ടെടുത്ത് മുഖമൊന്ന് ചീടി ഒതുക്കിയിട്ടൊരു കേവലം ഒരു CCTVയുടെ ക്യാമറയുടെ നിരീക്ഷണത്തിലാണെന്ന് പറയുമ്പോൾ ആ സമയത്തൊന്ന് ഒരുങ്ങി നിൽക്കുന്ന മനുഷ്യ, നിങ്ങളെ അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ വെച്ചിരിക്കുന്നത് 2 ക്യാമറയല്ല, 8 ക്യാമറകളുടെ നിരീക്ഷണത്തിലാണ് നമ്മൾ നടക്കുന്നതെന്ന ബോധ്യം നമുക്കുണ്ടായാൽ അതിനപ്പുറത്തേക്ക് നമുക്ക് പിന്നെ ഏത് ബോധ്യമാവേണ്ടത്? നമ്മുടെ 8 സാക്ഷികളേതെന്നറിയോ? അതിലൊന്നാമത്തേത്, ഇത് യതലഖൽ മുത്തലഖിയാനി അനിൽ യമീനി വഅനി ശിമാലി ഖഈദ് മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. 8 സാക്ഷ്യം പറയട്ടെ, 8 സാക്ഷ്യം പറഞ്ഞേരട്ടെ. നിങ്ങളെന്തോ ഒരു സാരണയില്ലാത്ത എന്റെ വകയല്ല, ഖുർആൻ ഈ പറയുന്ന എല്ലാം ഖുർആന്റെ ആയത്താണ്. നമ്മൾ സ്വയം അലർട്ടാവുക എന്നതിനേക്കാൾ അപ്പുറം മറ്റുള്ളവനല്ലല്ലോ നമ്മൾ എന്നാക്കണ്ടേ. നമ്മൾ സ്വയം ആദ്യം ഞാൻ എന്നെ, പിന്നെ നിങ്ങൾ നിന്നെ. മനുഷ്യ, നിനക്കൊരു ബോധമില്ലേ? ആര് മറച്ചു വെച്ചാലും, ആരുടെ മുമ്പിൽ ഒളിച്ചു വെച്ചാലും, ആർക്കും ഒരിക്കലും ഒളിക്കാൻ കഴിയാത്ത, മറച്ചു വെക്കാൻ കഴിയാത്ത 2 ക്യാമറ നിന്റെ 2 തോളിൽ ഞാൻ വെച്ചിട്ടുണ്ട്. സൂറത്തുൽ കാഫിർ, യതലക്കൽ മുത്തലഖിയാനി അനിൽ യമീനി വഅനി ശിമാലി ഖഈദ് മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബും അതീദും നിന്റെ 2 തോളിലില്ലയോ? മക്കളെ കുറിച്ച് പ്രയോഗം എന്നല്ല, ഇരിക്കുന്നവനെന്നല്ല. നമ്മൾ പറയും റഖീബും അതീദും ഇരിക്കുന്നു എന്നല്ലേ. ഖുർആന്റെ പ്രയോഗം ഖഈദുൻ, ലപ്തപ്രതിഷ്ഠ നേടിയ ആളുകളാണ് എന്ന് പറഞ്ഞാൽ ഒരു സമയത്തും ഇളക്കി മാറ്റാൻ കഴിയാത്ത വിധം ലപ്തപ്രതിഷ്ഠ നേടിയ ആളാ. കരുനാഗപ്പള്ളിയിലെ തിയേറ്ററിൽ സിനിമ കാണാൻ പോയിട്ട് ആ ടിക്കറ്റ് എടുത്തിട്ട് 2 മണിക്കൂർ റഖീബും അതീദും വെളിയിൽ നിൽക്കട്ടെ, ഞാൻ കണ്ടിട്ട് വരാന്ന്.
ഒരു വാക്ക്, കൗലെന്ന് പറഞ്ഞ ഒരു വാക്ക് അവരെഴുതാതെ നിനക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നീ എഴുതിയില്ല, പക്ഷേ ആരെഴുതിയിട്ടുണ്ട്? അവരെഴുതിയിട്ടുണ്ട്. പടച്ചോനെ ഞാൻ കണക്ക് എഴുതിയില്ല, മാലക്ക് എഴുതിയിട്ടുണ്ടെന്ന്. നീ ഒന്ന് വിട്ടുപോയി, പക്ഷെ പടച്ചോന്റെ ലിസ്റ്റിൽ അത് വിട്ടുപോകും ഇല്ല. ആ ബോധ്യമാണ് ഒരു മനുഷ്യനെ ഹറാമും ഹലാലും വേർതിരിക്കുന്നത്. ഞാൻ വിട്ടുപോയാലും എന്റെ മഹസറിൽ അത് വിട്ടുപോകും. രണ്ടായ ക്യാമറ, രണ്ടായ മൂന്നാമത്തേതോ യതഅഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വമലായികത്തും ബിന്നഹാർ. സഹോദരാ, ഇതൊക്കെ ചിന്തിച്ചാൽ നമുക്ക് കിടന്നാൽ ഉറക്കം പോലും വരില്ല. രാവിന്റെയും പകലിന്റെയും പ്രത്യേക മലക്കുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് മൊത്തം നോക്കുന്ന ഒരാളുണ്ട്. അതുപോലെ ഡേ ഡ്യൂട്ടി ഉണ്ട്, നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. സുബഹിക്ക് വന്നിട്ട് മഗ്‌രിബിന് തിരിച്ചു പോകുന്ന മലക്കുകൾ അതുവരെയുള്ളത് കർമ്മം രേഖപ്പെടുത്തുന്നുണ്ട്. മഗ്‌രിബ് കഴിഞ്ഞു വരുന്ന മലക്കുകൾ പിന്നീട് സുബഹി വരെയുള്ളത് രേഖപ്പെടുത്തുന്നുണ്ട്. രാവിലും പകലും നിന്റെ കർമ്മങ്ങളെ രേഖപ്പെടുത്താൻ രണ്ട് വിഭാഗം മലക്കുകളെ അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ 4 സാക്ഷികളായോ, ഇനി അഞ്ചാമത്തേത് വൽ മലായികത്തു യശ്ഹദൂൻ. ഇതിനെ എല്ലാം നിയന്ത്രിക്കാൻ പൊതുവിൽ അല്ലാഹു ഏൽപ്പിച്ച മലക്കുകളുണ്ട്, 5ആയോ. ആറാമത്തേത് ഏതെന്നറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ? ആറാമത്തെ സാക്ഷി മറ്റാരുമല്ല, യൗമഇദിന തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദിഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹു അടുത്ത സാക്ഷികളായി വെച്ചിരിക്കുന്ന നമ്മുടെ കൈകളെയും നമ്മുടെ കാലുകളെയും നമ്മുടെ നാവുകളെയും. ഒന്ന് നിന്റെ കൈയാണ്, യൗമഇദിൻ തശ്ഹദു. ഷാഹിദ് എന്ന് പറഞ്ഞാൽ സാക്ഷി. അന്നത്തെ സാക്ഷി അൽസിനത്തുഹും, നിന്റെ നാവ്, ചീത്ത പറഞ്ഞ നാവ്, തെറി പറഞ്ഞ നാവ്, ഒരാളെ കുറിച്ച് അനാവശ്യമായി പറഞ്ഞ നാവ് അടുത്ത സാക്ഷിയാണ്. വഅയ്ദിഹിം, നിന്റെ കൈകളുണ്ടല്ലോ, ആ കൈകൾ കൊണ്ട് എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, എന്തൊക്കെ എഴുതാത്തതുണ്ട്, എന്തൊക്കെ വിട്ടുപോയിട്ടുണ്ട്. സഹോദരാ, അതൊന്നും പടച്ചവന്റെ മുമ്പിൽ ഒളിക്കാൻ കഴിയില്ലല്ലോ. ആ പടച്ചവന്റെ മുമ്പിൽ കൃത്യമായി നീ അതിനെ എഴുതപ്പെടുന്ന നിന്റെ ഈ വിരലുകൾ സാക്ഷി നിൽക്കും. വാർജുലുഹും, നിന്റെ കാലുകൾ സാക്ഷി നിൽക്കും. ആ സാക്ഷികളുടെ വിചാരണ നടക്കുന്നുണ്ട്. അല്ലോ മനഖതിമു അലാ അഫ്വാഹിഹിം വതകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അല്ലോ അന്നേ ദിവസം നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായുകൾ ഞാൻ സീല് വെക്കും. വതകല്ലിമുനാ അയ്ദീഹിം, അവരുടെ കൈകൾ എഴുന്നേറ്റ് സംസാരിക്കും. വതശ്ഹദു അർജുലുഹും, അവരുടെ കാലുകൾ സാക്ഷി നൽകും. ബിമാ കാനൂ യക്സിബൂൻ, അവര് ചെയ്തതെല്ലാം പടച്ചവന്റെ മുമ്പിൽ വിളിച്ചു പറയുന്ന ദിവസമുണ്ട്. ആരുടെ മുമ്പിലും രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മുടെ കുടുംബത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്തോ, അത് നാളെ പടച്ചവന്റെ മുമ്പിൽ എന്റെ കൈകൾ സാക്ഷി നിന്ന് പറയും. എന്റെ ഭാര്യ കാരണമായി ഞാൻ മർദ്ദിച്ചിട്ടുണ്ടോ, അവളെ ഞാൻ അടിച്ചിട്ടുണ്ടോ, ഈ കൈ കൊണ്ട് ഞാനൊരു നിരപരാധിയുടെ മുഖത്തടിച്ചിട്ടുണ്ടോ, പടച്ചവന്റെ മുമ്പിൽ സാക്ഷി പറഞ്ഞേ മതിയാവൂ. അവയവങ്ങൾ ചെയ്തതിനെ കുറിച്ച് പടച്ചവന്റെ മുമ്പിൽ പറയണം. സഹോദരാ, അതിൽ നിന്ന് ആർക്കാണ് മാറി നിൽക്കാൻ കഴിയുക? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പടച്ചവന്റെ മുമ്പിൽ പറയേണ്ടതില്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബ. 4 ചോദ്യത്തിന് മറുപടി പറയാതെ ഒരു മനുഷ്യന്റെ കാലെടുത്ത് മാറ്റാൻ സാധ്യമല്ല. ലാ യസൂലു ഖദമ അബ്ദിൻ, ഒരു കാലം എന്നല്ല 2 കാലും. ഖദമ ഒരു കാല് മാറ്റുന്ന എങ്ങനെ?
രണ്ട് കാലം നിന്നിട്ട് സമാധാനം പറയണം. നിന്റെ ആയുസ്സെന്തിനെ ചെലവഴിച്ചു, നിനക്ക് കിട്ടിയ ഇൽമെന്തിനെ ചെലവഴിച്ചു. അടുത്തത് നിന്റെ സമ്പാദ്യത്തെ കുറിച്ചാണ്. ഏത് ചോദ്യവും ശ്രദ്ധിച്ചു കേട്ടോളീന്. ആയുസ്സിനെ കുറിച്ച് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, എങ്ങനെ ചെലവഴിച്ചു. ഇൽമിനെ കുറിച്ച് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, എങ്ങനെ കൈകാര്യം ചെയ്തു. പക്ഷേ മൂന്നാമത്തെ ചോദ്യം നിന്റെ സമ്പത്തിനെ കുറിച്ചാണ്. സമ്പത്തിന് മാത്രം രണ്ട് ചോദ്യമാണ്. എവിടെ നിന്ന് സമ്പാദിച്ചു, എവിടെ ചെലവഴിച്ചു. സമ്പാദ്യത്തിന്റെ കാര്യത്തിൽ രണ്ട് ചോദ്യമാണ്, ആയുസിന്റെ കാര്യത്തിൽ ഒറ്റ ചോദ്യം. നമ്മൾ കേട്ടിട്ട് വേണം ഗൗരവത്തോടെ സമയം. ഇത് എന്താണിത്, എവിടെ നിന്നാണ് നീ ഇത് ഉണ്ടാക്കിയത്? മറ്റൊരാളെ കബളിപ്പിച്ചതാണോ, വേറൊരാളെ പറ്റിച്ചതാണോ, അതല്ല കള്ളക്കച്ചവടം നടത്തിയതാണോ? എന്റെ പ്രിയപ്പെട്ട സഹോദര, വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. മഹാന്മാര് നമ്മളോട് പറയുന്നത്, ഒരു സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന, പൊതുമുതല് കൈകാര്യം ചെയ്യുന്ന സമയത്ത് നീ നിന്റെ വീട്ടിൽ നിന്നും നീ നിന്റെ പള്ളിയിൽ വന്നു. ആ പള്ളിയിൽ വന്ന് നമസ്കരിക്കാൻ വേണ്ടി ഒതു എടുത്ത് നമസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോ ആ സമയത്ത് ഒതുവെടുത്ത പടച്ചവനെ നിസ്കരിക്കാൻ ഒതുവെടുത്ത വെള്ളത്തിന്റെ നനവ് കാലിലുണ്ടെന്നിരിക്കെ ആ കാല് നീ പള്ളിയുടെ മുറ്റത്ത് ചവിട്ടി, ആ മുറ്റത്ത് ചവിട്ടിയ കാലിൽ നിന്ന് പള്ളിയുടെ മുറ്റത്ത് കിടക്കുന്ന മണൽത്തരി നിന്റെ കാലിൽ പറ്റിപ്പിടിക്കുകയോ ചെരുപ്പിന്റെ അടിയിൽ പറ്റിപ്പിടിക്കുകയോ ചെയ്യുകയും അത് നടന്ന് നിന്റെ വീട്ടിലെത്തിയിട്ട് ആ ചെരുപ്പൂരുന്ന സമയത്ത് പള്ളിയുടെ മുറ്റത്തെ മണൽത്തരി നിന്റെ വീടിന്റെ മുറ്റത്ത് വീണാൽ പടച്ചവനോട് നീ അതിനെക്കുറിച്ച് സത്യം സമാധാനം പറയേണ്ടി വരുമെന്ന് ഉലമാക്കൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇതൊരു ചെറിയ നിസ്സാര കാര്യമല്ല. ഞാൻ വളരെ സ്നേഹത്തോടെ സഹോദര ബുദ്ധിയോടെ ഓർമ്മിപ്പിക്കുകയാണ്. സഹോദര, ഇതൊന്നും നിസ്സാരമല്ല. കാലില് പറ്റിയ, മനസ്സിലായില്ലേ, നനവില് പറ്റിയ മണൽത്തരി, പള്ളിയുടെ മണൽത്തരി, വഖഫിന്റെ മണൽത്തരി നിന്റെ വീട്ടിലെത്തിയാൽ അക്കാര്യത്തിൽ നീ പടച്ചവനോട് സമാധാനം പറയണം എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. പടച്ചവനെ പേടിച്ച് കൈകാര്യം ചെയ്യണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത്രമേൽ ബോധമുള്ളതാണിത്, അത്രമേൽ ബോധ്യമുള്ളതാണിത്. ഇത് അവരുടെ മുമ്പിൽ മറക്കാൻ കഴിയില്ലല്ലോ. ഏഴാമത്തെ സാക്ഷി ഏതെന്നറിയോ? ആ ഏഴാമത്തെ സാക്ഷിയാണ് നീ തന്നെയാണ് നിന്റെ സാക്ഷി. ഏഴാമത്തെ സാക്ഷി, ആ സാക്ഷി, ഏഴാമത്തെ സാക്ഷി, നീ തെറ്റ് ചെയ്യുന്ന ഭൂമിയുണ്ടല്ലോ, യൗമഇദിന തുഹദ്ദിഥു അഖ്ബാറഹാ. എവിടെ വെച്ചാണോ തെറ്റ് ചെയ്തത്, എവിടെ വെച്ചാണോ വ്യഭിചരിച്ചത്, എവിടെ വെച്ചാണോ മദ്യപിച്ചത്, പാതിരാവിന് നിശബ്ദത, ആരും അറിയാതെ ഇന്റർസ്റ്റേറ്റിന്റെ പുറത്ത് ആന്ധ്രാപ്രദേശിലെ ഏതോ ഒരു ഇരുട്ടിന്റെ ഉള്ളില് ലോഡ് കയറ്റാൻ പോയപ്പോ നാഷണൽ പെർമിറ്റ് ലോറിയുടെ അടിയിലിരുന്നിട്ട് തണ്ണിയടിച്ചത്. പടച്ചവനെ, ആ സ്ഥലം നിനക്ക് നേരെ നാളെ പരലോകത്ത് സാക്ഷി നിൽക്കും, ആരും അറിഞ്ഞിട്ടില്ല. ഓടി വരുന്നതിന്റെ ഇടയിലെ കെട്ടിളകിയും പോയി. ഇതേവരെ നിങ്ങൾക്കതിന് ആരും അറിഞ്ഞിട്ടില്ല. പക്ഷേ യൗമഇദിന തുഹദ്ദിഥു അഖ്ബാറഹാ, നാളെ പരലോകത്ത് നീ തെറ്റ് ചെയ്യാൻ സാക്ഷി നിന്ന ഭൂമി പടച്ചവന്റെ മുമ്പിലെ സാക്ഷിയാണത്രേ. എട്ടാമത്തേതോ എട്ടാമത്തെ സാക്ഷി നമ്മൾ തന്നെ. ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറാ. മനുഷ്യൻ തന്നെ പറയും, അല്ലാഹുവേ ഞാൻ തെറ്റ് ചെയ്തു റബ്ബേ. പ്രതി തന്നെ കുറ്റം സമ്മതിച്ചാ പിന്നെ പ്രശ്നമുണ്ടാ? പ്രതി എന്നെ എന്ത് ചെയ്ത്, ഞാൻ കുറ്റം ചെയ്തു എന്ന് പ്രതി എന്നെ സമ്മതിച്ചേ പറ്റൂ. എന്നാ റിക്കാർഡാണ് അവിടെ പിന്നെ ആരെയും മറക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് പ്രതി തന്നെ എന്ത് ചെയ്യണം? പ്രതി തന്നെ കുറ്റം സമ്മതിക്കണം, സമ്മതിച്ചേ മതിയാവൂ. അന്നേ ദിവസം നമ്മുടെ കൈകൾ സംസാരിക്കുമത്രേ, കാലുകൾ സംസാരിക്കുമത്രേ, നാവ് സംസാരിക്കുമത്രേ. ആ സമയത്ത് നമ്മൾ കൈകളോട് പറയും, കൈകളെ നിങ്ങൾ എന്തിനാണ് എനിക്കെതിരെ സാക്ഷി നൽകിയത്? എന്റെ
എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടുകൂടി സൂറത്തു ഹാമീം സജദയിൽ അല്ലാഹു പറയുകയാണ്. നമ്മൾ ചോദിക്കുമത്രേ, അഹ്മദ് കബീർ ചോദിക്കും, ലിജുലൂദിഹിം നമ്മുടെ തൊലികളോട്, അവയവങ്ങളോട്, ലിമ ശഹിദും അലൈനാ, എന്തിനാണ് എനിക്കെതിരെ സാക്ഷി നിൽക്കുന്നത്? കൈകളെ മൈലാഞ്ചി വെച്ച് ചുമപ്പിച്ച്, ക്യൂടെക്സ് ചുമപ്പിച്ച്, ഒരു പെരുന്നാൾ ഒരു കല്യാണത്തിന് ആ ക്യൂടെക്സ് പോകൂന്ന് കരുതിയിട്ടല്ലേ ഒതുവെടുക്കാറ് നിസ്കാരം കളാക്കിയത്. നഖം വെട്ടി നന്നായി പെഡിക്യൂറും മിനിക്യൂറും ചെയ്ത് നിന്നെ മിനിക്ക് നടന്ന എനിക്കെതിരെ നീ തിരിയുന്നോ? കൈകളെ. കാലുകളോട് ചോദിക്കും, കാലുകളെ എത്ര മനോഹരമായി നിന്നെ ഞാൻ പരിപാലിച്ച് നടന്നതാണ്, എനിക്കെതിരെ നീ ഇന്ന് തിരിഞ്ഞു നിന്നല്ലോ. ആരാണ് നിങ്ങൾക്ക് ഇതിന് സംവിധാനം ചെയ്തത്? ആ സമയത്ത് ആ കൈകളും കാലുകളും നമ്മോട് മറുപടി പറയും, സർവ വസ്തുക്കൾക്കും സംസാരിക്കാൻ കഴിവ് കൊടുത്ത റബ്ബാണ് ഞങ്ങൾക്കും ഇന്ന് സംസാരിക്കാൻ തന്നതെന്ന്. അതുകൊണ്ട് സഹോദരാ സഹോദരി, ഈ മുഴുവൻ സാക്ഷികളെയും മറികടക്കാൻ നമുക്ക് കഴിയോ? ഒമ്പതാമതൊരു സാക്ഷിയുണ്ട്. ആ സാക്ഷിയാണ് കണ്ണുകളുടെ കള്ളനോട്ടത്തെ പോലും തിരിച്ചറിയുന്ന അല്ലാഹ്. ആ ജഡ്ജി തന്നെ സാക്ഷിയാണെങ്കിലോ, വിധി തീർപ്പിക്കാൻ പോകുന്ന ജഡ്ജി തന്നെ തെറ്റുകളെല്ലാം കണ്ടതാണെങ്കിലോ, അല്ലാഹു നമുക്ക് ബോധ്യം തരട്ടെ. ആമീൻ പറയ്, ആമീൻ പറയ് സഹോദര. അല്ലാഹു നമുക്ക് ആ ബോധ്യം തരട്ടെ. എന്താ ബോധ്യം? ഇതൊന്നും വെറുതെ പറയുന്നതല്ല. ഖുർആൻ, ഇസ്ലാമിൽ ഒന്നും വെറുതെ പറയുന്നതല്ല. അത് ഖുർആൻ ആവട്ടെ, ഹദീസ് ആകട്ടെ, ഇജ്മാ ആകട്ടെ, ഖിയാസ് ആകട്ടെ, എന്തുമാകട്ടെ, ഒന്നും വെറുതെ പറയുന്നതല്ല. ഇപ്പൊ പണ്ഡിതന്മാർ, ഉലമാക്കളോട് നമ്മളൊരു കാര്യം ചോദിക്കുന്നു, അവരാ കാര്യത്തിൽ നമുക്ക് ഫത്വ നൽകുന്നു. അത് വെറുതെ പറയണോ? അല്ല, വെറുതെ പറഞ്ഞല്ല. അത് കൃത്യമായി മുൻഗാമികളായ ഉലമാക്കൾ, മദ്ഹബിന്റെ ഇമാമിങ്ങൾ എന്താണോ അതിനെക്കുറിച്ച് പറഞ്ഞത്, ആ പറഞ്ഞതിനെ മുഴുവനും വിശദീകരിക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഫത്വ വരാൻ പറ്റും. എനിക്ക് ഫത്വ വരാൻ പറ്റൂല, യാത്ര ആയിട്ടില്ല. ഒരാളൊരു ഫത്വ തന്നാൽ അതിന്റെ അർത്ഥം എന്താ? അത് വെറുതെ പറയണല്ല. ഒരു കാര്യത്തെ ഇപ്പോ വിശുദ്ധ ഖുർആനിൽ ഷാഫി, അപ്പൊ നമ്മൾ പറയും ഷാഫിയിൽ അങ്ങനെയാണെങ്കിൽ ഹനഫിയിൽ എങ്ങനെയാ, ഇങ്ങനെയാണ്. അതെങ്ങനെയാ? ഇപ്പൊ ഷാഫി മദ്ഹബ് അനുസരിച്ച് തലാഖിന്റെ ദിവസത്തെ നോക്കുമ്പോ അവിടെ ഹൈള് ഇതാണ് നോക്കുക. ഹനഫി മദ്ഹബ് അനുസരിച്ച് തുഹറാണ്, ശുദ്ധിയാണ് നോക്കുക. അശുദ്ധിയുടെ ദിവസം എത്ര നോക്കിയിട്ടാണ് തലാഖിന്റെ ഇദ്ദ വെക്കുക ഷാഫി മദ്ഹബ്. ഹനഫി മദ്ഹബില നിങ്ങൾക്കറിയാലോ, ശുദ്ധിയുടെ കാലം നോക്കിയിട്ട്. എന്താ അഭിപ്രായ വ്യത്യാസം? എന്താ അതിന് തെളിവ് ഒറ്റ ആയത്താണ്. വൽ മുത്തല്ലഖാത്തു യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന സലാസത ഖുറൂ. തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണുങ്ങൾ സലാസത ഖുറൂ, ശ്രദ്ധിച്ചേക്കണേ, 3 ഖുറൂ അവർ ധരിക്കണം. 3 സലാസത ഖുറൂ. അപ്പൊ ഇവിടെ ഖുറൂവിന്റെ അർത്ഥം എന്താണ്? 3 ഖുറൂ എന്ന് പറഞ്ഞാൽ ശുദ്ധിയാണോ അശുദ്ധിയാണോ? ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞു, എന്തുകൊണ്ട് അവർ നോക്കുമ്പോ ഈ ഖുർആൻ എന്ന് പറയുന്ന പദം സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ? 2 രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഭാഷാപരമായി അതിന്റെ സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ? അതിനെ സ്ത്രീലിംഗമായും പുല്ലിംഗമായും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഒന്നര റാജിഹും മർജൂഹും ആക്കേണ്ട ഇത് ഏതാണ് പ്രധാനപ്പെട്ടത്? അപ്പൊ ഇമാമുന ഷാഫി റഹിമഹുല്ലാഹ് നഹ്വിന്റെ ഭാഷാർത്ഥം നോക്കി. ഭാഷാർത്ഥത്തിൽ നഹ്വിന്റെ പ്രയോഗത്തിൽ എങ്ങനെയാണ്? സലാസത്ത ഖുറൂ എന്നാണ്. അപ്പോൾ അപ്പൊ ആ നിയമങ്ങൾ മുഴുവനും അന്ന് അൽഫയില്ലെങ്കിലും അതിന്റെ നിയമം നോക്കിയിട്ടാണ് ഇമാമുന ഷാഫി റഹിമഹുല്ലാഹിലേക്ക് എത്തിയത്. അല്ലാതെ വെറുതെ പറയുന്നതല്ല. അപ്പൊ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചോളം
അവര് ഹദീസുകളും ഖുർആനുകളും വിശകലനം ചെയ്തിട്ട് നമ്മളോട് പറയുന്നതെന്നാണോ അതിനെ പിൻപറ്റുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത. അതിലെയാണ് നമ്മുടെ പാരമ്പര്യങ്ങളും പ്രമാണങ്ങളും പോവുക. ഇതെല്ലാം ഖുർആനിന്റെയും ഹദീസിന്റെയും വിശാരദന്മാർ നമ്മോട് പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും. നിന്റെ പുറകിലും നിന്റെ മുമ്പിലുമുള്ളതെല്ലാം അറിയുന്ന നിന്റെ റബ്ബ് ഇത് കണ്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ ജഡ്ജി തന്നെ ഇത് കണ്ടാൽ പിന്നെ നിഷേധിക്കാൻ പറ്റുമോ? പ്രതി കുറ്റം സമ്മതിച്ചു. അപ്പൊ ജഡ്ജി പറയാ നീ സമ്മതിച്ചാലില്ലെങ്കിൽ നമുക്ക് ഞാൻ ഇത് കണ്ടതാടാ എന്ന് പറഞ്ഞാൽ പിന്നെ തീർന്നില്ലേ? പ്രതി എല്ലാ തെളിവുകളും എതിരായപ്പോ പിന്നെ പ്രതി കുറ്റം സമ്മതിച്ച്. അപ്പൊ പറഞ്ഞു നീ കുറ്റം സമ്മതിക്കണ്ട, ഇതെല്ലാം ആര് കണ്ടതാണ്? ഞാൻ കണ്ടതാണ് എന്നല്ലാഹു പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് വാദങ്ങളാണ് പറയാനുള്ളത്? അല്ലാഹുവേ പടച്ചവനെ, അതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബി ഒരു ദിവസം ഷാമിൽ നിന്ന് അങ്ങകലെ റൂമിൽ നിന്ന് മദീനയിലോട്ട് തിരിച്ചു വരുന്ന നേരത്ത് പാരാവാരം പോലെ പരന്നു കിടന്ന മരുഭൂമിയിലൂടെ മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു തആല അൻഹു തിരികെ വരികയാണ്. ആ സമയത്താണ് ആ മരുഭൂമിയുടെ അങ്ങേ ഓരോരുത്തർ വൃദ്ധ നിൽക്കുന്നത് കാണുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു തആല ആ വൃദ്ധയുടെ അടുക്കലോട്ട് ചെന്നിച്ചു ചോദിച്ചു, ഉമ്മാ നിങ്ങളുടെ വിശേഷങ്ങൾ എന്താണ്? അങ്ങകലെ മരുഭൂമിയുടെ അങ്ങേയറ്റത്ത് ഒറ്റക്ക് പാർക്കുന്ന വൃദ്ധ ഇങ്ങനെ വിശേഷണം പറയവേ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമ്മാ നിങ്ങളുടെ ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? ആ സമയത്ത് മുമ്പിൽ നിൽക്കുന്നത് ഉമറാണെന്നറിയാതെ ആ ഉമ്മ പറഞ്ഞു, ഉമറിന്റെ കാര്യമാണോ? ഒരു പുച്ഛത്തോടെ ആ വൃദ്ധ പറഞ്ഞു, അങ്ങകലെ കിസ്രയിൽ പോയി യുദ്ധമൊക്കെ നടത്തി ധാരാളം സമ്പത്തുകളും സ്വർണവുമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് എന്നൊരു വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമ്മ അതല്ല ചോദിച്ചത്, ഒരു ഭരണാധികാരി എന്ന രീതിയിൽ ഉമറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ വൃദ്ധ പറഞ്ഞു, അത്രേ ലാ ജസാക്കല്ലാഹു അന്നീ ഖൈറാ. ആ ഉമറിന് അല്ലാഹു ഒരു നന്മയും ചെയ്യാതിരിക്കട്ടെ. നമ്മളൊക്കെ പറയല്ലോ ഉമർ പണം പിടിക്കാൻ പോട്ടെ, സാധാരണ ഒരു ശാപം പറയല്ലോ, അവൻ നശിച്ചു പോകട്ടെ, ഒരു ഗുണവും അവനെ കൊണ്ടില്ല എന്നാണ് ഈ ഉമ്മയുടെ മറുപടി. അവനെ കുറിച്ച് യാതൊരു ഗുണവുമില്ല. എന്നിൽ നിന്ന് അവന് ഒരു ഗുണവും കിട്ടാതെ പോട്ടെ. ആരോടാ പറയണത്? ശപിക്കണത് ആരെയാ? ഉമർ റളിയല്ലാഹു അൻഹു. ആരാ ഉമർ? ആ ഉമറോ കിസ്റ ഭരിക്കും കൈസറും ഞേട്ടുന്നതാ, മിസ്റിൽ മുഖൗഖിസ് കേട്ടുടൻ വിറയ്ക്കുന്നതാ. കിസ്രയുടെ ചക്രവർത്തി പേര് കേട്ടാൽ വിറക്കുന്ന ആയോധന വിദഗ്ധനും അധികായനുമായ ഉമർ റളിയല്ലാഹു തആല അൻഹു പിടിച്ചു പുറത്താക്കിയില്ല, കടക്ക് പുറത്തെന്ന് പറഞ്ഞില്ല, ഇടനെഞ്ചിലേക്ക് വെടി വന്നില്ല, കൽത്തുറുങ്കൽ അടച്ചില്ല, കൈ ചൂണ്ടിയവന്റെ കയ്യിൽ കൈവിലങ്ങുകൾ അണിഞ്ഞില്ല. ആ ഉമ്മ നീ കുണം പിടിക്ക് പോകാതെ എന്ന് പറഞ്ഞപ്പോ നമ്മൾ ഇപ്പോഴത്തെ കാലത്തെ ഭരണാധികാരികളുടെ മുമ്പിൽ ആരെങ്കിലും പറഞ്ഞ ഒന്നങ്ങളൊന്ന് ആലോചിച്ചു, കരിങ്കൊടി കാണിച്ചാൽ തന്നെ പിന്നെ ബാക്കിയാണ്. എല്ലായിടത്തും ഇമ്മ UDF, ഇമ്മ LDF. ഞാൻ ഇപ്പോഴത്തെ കാര്യമല്ല പറയണത്, നിങ്ങൾ അതിനിപ്പോ ഗ്യാസാക്കിയിട്ട് ഇപ്പോഴത്തെ അല്ല. ഇമ്മ LDF, ഇമ്മ UDF, ഹാരിജ. അതല്ലാത്താണേലും എല്ലാം കഥയാണ്. വിമർശിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. സ്തുതിപാഠകരെയാണ് എല്ലാവർക്കും ഇഷ്ടം. സ്തുതി പറയാൻ ഭയങ്കര ഇഷ്ടം, വിമർശിക്കുന്ന ആർക്കും സഹിക്കില്ല. ഒരു പൊതുതത്വമാണ്. നമ്മളെ പൊക്കിയാല് ഇപ്പൊ ഇവിടുത്തെ നോട്ടീസ് നിങ്ങൾ നോക്കിയാൽ കാണാം, അധ്യക്ഷൻ, അത് കഴിഞ്ഞാല് സ്വാഗതം. എന്തിനാ സ്വാഗതം? അധ്യക്ഷന് ഉദ്ഘാടനം ചെയ്യുന്ന ആളെ പുകഴ്ത്താൻ പറഞ്ഞ സ്വാഗതം. കബീർ വാക്കവി നമ്മുടെ പ്രസംഗത്തിന് വരികയാണ്. അദ്ദേഹം പല തിരക്കുകൾക്കിടയിൽ നമ്മൾ പോയി വിളിച്ചപ്പോ അദ്ദേഹം നമ്മളോട് വലിയ താല്പര്യമൊക്കെ കാട്ടി. ലോകം മൊത്തം അറിയുന്ന പ്രഭാഷകനാണ്, പ്രഭാഷണ കലയിലെ ഹിംസ്ര ജന്തുവാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെന്ത് ചെയ്യാ, ഒന്നിങ്ങനെ സ്വാഗതം എന്ന് പറഞ്ഞാൽ എന്തിനാണ്? അതിപ്പോ ആർക്കാ ഇഷ്ടമല്ലാത്തത്? എനിക്കിഷ്ടമല്ലേ? അപ്പൊ ഞാനിപ്പോ പറയുമ്പോൾ നിങ്ങൾക്ക് മാത്രം ഇഷ്ടമല്ല, എനിക്കിഷ്ടമല്ലേ?
നിങ്ങൾക്ക് ഇഷ്ടമല്ല? ഹാജിയാര് നല്ല ആളാണ്, അതെ നമ്മുടെ പള്ളിക്ക് നല്ല സദക്ക കൊടുക്കുന്ന ആളാണ് എന്നൊക്കെ പള്ളിക്കലെ കത്തി പറയുമ്പോൾ ഇനിയും കൊടുക്കും. അപ്പൊ ഭാര്യയോട് നമ്മൾ പറയണ്ട, എന്താ നിന്റെ സൗന്ദര്യം, മതി, ഒരു മാസത്തേക്ക് സമാധാനമാണ്. സംഭവം അമാവാസിയിലിട്ടാണേലും ഒക്കെ ശരി തന്നെ. ഭാര്യയോട് നമ്മളിത് പറയാം, ഇന്ന് നീ വെച്ച കൂട്ടാൻ മാഷാ അല്ലാഹ്, എന്താ ഒരാഴ്ചത്തേക്ക് പിന്നെ പരീക്ഷണങ്ങളായിരിക്കും, പിന്നെ ഡൈനിങ് ടേബിൾ നിറച്ച് വിഭവങ്ങളായിരിക്കും. നമ്മൾ പിന്നെ കഴിച്ചിട്ട് എന്ത് ചെയ്യും? മടുക്കും. അപ്പൊ പുകഴ്ത്തുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? വിമർശിക്കുന്നത് എന്നിലൊരു കുറ്റമുണ്ട്, അതെന്നോട് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? തിരുത്തണം. അതൊരു വിമർശനമാണ്. ഞാൻ കാണിച്ചു തരാം. അങ്ങനെയല്ല, നിന്റെ കാര്യത്തിൽ ഒരു തെറ്റുണ്ട്, ആ തെറ്റ് തിരുത്തണം. ഫലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. ഖുർആൻ പറയുന്ന ഒരു ആയത്തുണ്ട്, ഇത് മതി നന്നായിട്ട് നന്നാവാൻ. ഫലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. നിന്നെ ഒന്ന് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നേ, നിന്നെ ഒന്ന് കുറ്റപ്പെടുത്തി. ഇവരള് ഇങ്ങനെ വെക്കാനല്ല, ഇവരള് അങ്ങനെയല്ല. ഇനി ഇങ്ങനെ ചൂണ്ടാൻ മാത്രം നമ്മളാരാ? വാളാ, ഞാൻ കാണിച്ചുതരാം. അങ്ങനെ ചൂണ്ടാൻ നമ്മളാരാ? പൊട്ടാതി മുന്തുള്ളി ഫിഞ്ചോരക്കട്ട, പിന്നീന്ന് കാഷ്ടം ചുമന്നൂരു കൊട്ട, റൂഹൊന്നു വിട്ടാൽ ചത്ത ചകമല്ല പൊട്ട, പറതിൻ്റുടൽക്കെന്ത് ബഹുമാനം പൊട്ട. കേട്ടില്ലേ? എന്താണ് പറയാ? എന്താണ് കേട്ടിട്ടുണ്ടോ? എന്നാ ബാക്കി പാടി. പഴയ ആളുകൾക്കൊക്കെ നന്നായിട്ട് അറിയാം. എൻ്റെ ഉമ്മൊക്കെ പറയാൻ കേട്ടിട്ടുണ്ട്. പഴയ ഇന്നത്തെ ആളുകൾക്ക് ഒന്നും അറിയില്ല. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അവരിപ്പോ ലൈലാടെ പാദം പറിഞ്ഞ മജ്നൂന്റെ മണ്ണാങ്കട്ട നോക്കി കിടക്കുക. ഇത് പഴയ നമ്മുടെ പൂർവികന്മാർ അതൊക്കെ പാടിയപ്പോഴാണ് നമുക്ക് ഇസ്സത്തുണ്ടായിരുന്നത്. പഴയ കാരണവന്മാര് പാടും. ഞാൻ ഒരിക്കൽ വാത് പറഞ്ഞപ്പോ അവിടെ ഒരു ഹാജിയാർ ഇരുന്നിട്ട് മുഴുവൻ പാടി. സഫലമാലയാണ്, സഫലമാല. ശുജായി മൊയ്ത് മുസ്ലിയാരുടെ സഫലമാലയാണ്. ഇത് കുറേ ഉണ്ട്. പകൽ കണ്ണടച്ചാൽ ഇരുളാമോ പൊട്ട, പന്തം തെളിയിച്ചാൽ ഫജറാമോ പൊട്ട, നട്ടാൽ നെൽപുല്ല് വിളയുമോ പൊട്ട, നാരായം വിട്ടാ സുചുട്ടുമോ പൊട്ട. ചോദിക്കണ പൊട്ടാന്നാണ്. എടാ പൊട്ട നിങ്ങളല്ലേട്ടാ, ഞാൻ എന്നെ പറയണ എനിക്ക് ഇവിടെ സലാമത്തായിട്ട് പോണം. അല്ലേ തന്നെ ഇത് ഒന്നാമത്തെ തുറുപ്പല പോരാത്തതിന് ഗർഭിണി എന്ന് പറഞ്ഞ മാതിരി, തന്നെ അടക്കാൻ പറ്റാത്ത സമയത്താ ഗർഭിണിയായെന്ന് പറഞ്ഞ മാതിരി. ഒന്നാമത് തന്നെ പ്രശ്നമാണ്. അതിൻ്റെ ഇടയിൽ നിങ്ങളെ ഒന്നുമല്ല ഇത് എന്നെ പറയണ. എടാ പൊട്ട എടാ പൊട്ട പൊട്ടാ നീ മുന്തുള്ളി. എടാ പൊട്ടാന്ന് വിളിക്കുക, പായല്ല, ഫായ. ഇപ്പോഴും ലക്ഷദ്വീപില് പാ പറയൂല, ഫായാണ്. ഞാനൊരിക്കൽ ലക്ഷദ്വീപ് വന്നു പോയി. ഒരു കുട്ടി ഒരു പാത്രം, കഞ്ഞിപ്പാത്രം വിളിച്ചിട്ട് വരിക, സ്കൂളിൽ നിന്ന് വരികയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, കുട്ടിയെ നീ എവിടെ പോയി? ഈ സ്കൂളിൽ പോയി. സ്കൂളെന്ന് പറയൂല, ഈ സ്കൂള്. ഞാൻ ചോദിച്ചു, ഇതിനകത്ത് എന്താണ്? അത് ഫയർ ഫുളുങ്ങിയത്, ഫയറും ഒരു ഫുളുങ്ങിയത്. ഫായ പറയും. അതേ പഴയ ഭാഷയാണ്. എടാ ഫൊട്ട, എടാ ഫൊട്ട നീ ആരാ? ഇത്ര വലിയ നെഞ്ചും വിരിച്ച് ആരുണ്ടടാ എന്നോട് എതിരിടാൻ എന്ന് പറഞ്ഞ് നെഞ്ചും വിരിച്ച് നീ നിൽക്കുമ്പോ ആരാണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഫൊട്ട നീ മുന്തുള്ളി ഫിഞ്ചോരക്കട്ട, പിന്നീന്ന് കാട്ടം ചുമന്നോരു കൊട്ടാറൂഹൊന്നു വിട്ടാൽ ചത്ത ചകമല്ല പൊട്ട, പറതിൻ്റുടൽക്കെന്ത് ബഹുമാനം പൊട്ട. എടാ പൊട്ട നീ ആരാന്നറിയോ? നീ ആര് കണ്ടാലും തൊടാറടയ്ക്കുന്ന, കണ്ണാലുടാൻ തുടച്ചു മാറ്റാൻ വ്യഗ്രതപ്പെടുന്ന ഒരു തുള്ളി ഇന്ദ്രിയമായിരുന്നില്ലേ വാപ്പാന്റെ മുതുകിലെ ഇന്ദ്രിയത്തുള്ളിയായിരുന്നില്ല നീ ഒരു കാലത്ത്? അത് കഴിഞ്ഞിട്ട് പിന്നെ നീ ഇപ്പൊ ആരാ? പണ്ട് നീ ആരായിരുന്നു? ആര് കണ്ടാലും തൊടാനറയ്ക്കുന്ന, തൊട്ടാലിടൻ തുടച്ചു മാറ്റാൻ വ്യഗ്രത കാണിക്കുന്ന അരോചകമായ ഗന്ധമുള്ള ഒരു ഇന്ദ്രിയത്തുള്ളിയല്ല നീ. എന്റെ അപ്പുറത്തൊന്നും അല്ലല്ലോ, ആട്ടിക്കൊന്നും കൊണ്ടൊന്നും അല്ലല്ലോ. ഇപ്പൊ ഈ 5 അടി 10 ഇഞ്ച് ഉയരവും 10-85 കിലോ തൂക്കവും എന്റെ കാര്യമായിട്ട് അങ്ങനെയല്ല. അതൊക്കെ ആയിട്ട് നീ ഇങ്ങനെ നെഞ്ചും വിളിച്ച് വലിയ വെള്ളക്കുപ്പായവും നല്ല കതറൊക്കെ നല്ല പശമുക്കിയ കതറും അല്ല കതറാക്കിയതാ. അതുകൊണ്ടിട്ടാ
പശമുക്കിയ കതറും ഈ വെള്ളം മുണ്ടും ഒക്കെ ഇട്ട് വലിയ തൊപ്പിയൊക്കെ വെച്ച് നീ ഇപ്പൊ ഇങ്ങനെ വലിയ ഞെളിഞ്ഞു പകല് പറയുമ്പോ നീ ആരാണ് ഈ വിചാരിച്ചത്? നീ വെറും പിന്നീന്ന് കാട്ടം ചുമന്ന ഒരു കൊട്ട, കുറെ കാട്ടവും ചുമന്നുകൊണ്ട് കിടക്കുന്ന ഒരു മൊബൈൽ ടോയ്ലറ്റ് ആണ് നീ. അതിനപ്പുറത്തോട്ട് നിനക്കൊരു നിലവിലാസം ഇല്ല, എനിക്കില്ല. ഇപ്പൊ നമ്മളാരാ? ഒരു മൊബൈൽ ടോയ്ലറ്റ്. അതിനെ കുറെ കാട്ടവും ചുമന്നുകൊണ്ട് കിടക്കുന്ന മൊബൈൽ ടോയ്ലറ്റ്. അതാണിത്. കാന പീന സോന ഹഗ്ന, അത്രേ ഉള്ളു. അതിനപ്പുറത്തോട്ട് എന്താ നീ ഉള്ളത്? എന്നിട്ടൊരു ചോദ്യമുണ്ട്. ഷുജായിയുടെ ചോദ്യം. എന്താ ചോദ്യം? ആ ചോദ്യം നീ ഇങ്ങനെ നെഞ്ചും വിരിച്ച് വെല്ലും വിളിച്ച് നീ ഇങ്ങനെ തലപൊക്കി നടക്കുമ്പോ റൂഹൊന്നു വിട്ടാൽ ചത്ത ചകമല്ല പൊട്ടാ, പറ നിന്നുടൽക്കെന്ത് ബഹുമാനം പൊട്ടാ. നിന്റെ ശരീരത്തിന് നിന്റെ കൈകൾ ഇങ്ങനെ ചൂണ്ടാ നിനക്ക് ബലം നൽകുന്ന, ഈ ചൂണ്ടുവരൽ മറ്റൊരുത്തന്റെ നെറ്റിക്ക് നേരെ ഉയർത്താ നിനക്ക് ബലം നൽകുന്ന, കൈയെടുത്തിട്ടാഞ്ഞടിക്കാൻ നിന്റെ കൈകൾക്ക് ചലനശേഷി നൽകുന്ന, എല്ലാ ഫിത്നകൾക്കും ഫസാദുകൾക്കും നടക്കാൻ നിനക്ക് വേഗത തരുന്ന നിന്റെ കാലുണ്ടല്ലോ, ആ ശരീരത്തിൽ നിന്ന് റൂഹൊന്ന് വിട പറഞ്ഞാൽ പിന്നെ നിനക്ക് എന്ത് അനക്കമാണുള്ളത്? റൂഹൊന്ന് വിട്ടാൽ ചത്ത ചകമല്ല പൊട്ടാ, പറ നിന്നുടൽക്കെന്ത് ബഹുമാനം പൊട്ടാ. പിന്നെ നിന്നെ ആരാണ് ബഹുമാനിക്കുക? ഈ ശരീരത്തിൽ നിന്ന് റൂഹൊന്ന് വിട പറഞ്ഞു പോയാൽ നിന്റെ ശരീരം, നിന്റെ ഈ പൊന്തൻ ശരീരം വലിയ തണുത്തുറഞ്ഞ മൃതദേഹമായി മണപ്പള്ളിയിലെ വീടിന്റെ ഉമ്മറപ്പടിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പറ നിന്നുടൽക്കെന്ത് ബഹുമാനം പൊട്ടാ. പിന്നെ നിന്റെ ശരീരത്തെ ആരാ ബഹുമാനിക്കുക? ആ സമയത്ത് നിന്റെ എല്ലാ ബഹുമാനവും നഷ്ടപ്പെട്ടു പോയില്ലേ? ആ റൂഹുള്ളത് കൊണ്ട് നീ ലോകത്ത് നിലനിൽക്കുന്നതല്ലേ? കബീർബാക്കവി വിനീതനായ ഞാൻ ഇവിടെ പ്രഭാഷണത്തിന് വരുമ്പോ എനിക്ക് ഭക്ഷണം നിന്ന് സ്വീകരിച്ചിരുത്തി ഇവിടേക്ക് വരുമ്പോ മഴ നനയാടെ കൊടച്ചാത്തിന്റെ ഉള്ളിൽ എന്നെ ഈ സ്റ്റേജിലേക്ക് ആനയിച്ചത് എന്തുകൊണ്ടാ? അഹമ്മദ് കബീർബാക്കവി എന്ന ഒരു പേരെനിക്കുള്ളത് കൊണ്ടാ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇതെങ്ങാനും കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോ ആ സമയത്തെന്റെ ശരീരത്തിന്റെ റൂഹെങ്ങാനും വിട പറഞ്ഞു പോയാൽ തണുത്തുറഞ്ഞ മൃതദേഹമായിട്ട് കൊല്ലം ജില്ലയിലെ ആയൂരിനടുത്ത് കരാളികോണത്തുള്ള ദാറുൽ ഇഹ്സാൻ എന്ന എന്റെ സ്വപ്ന വീടിന് മുമ്പിൽ എന്നെ കൊണ്ടുപോയി കിടത്തിയാൽ ആര് വന്നിട്ടും കബീർബാക്കവി എന്ത് ചെയ്യണമെന്ന് ചോദിക്കുവോ? ഒരാൾ ചോദിക്കുന്നത് മയ്യത്തെടുക്കാറായോ, എപ്പോഴാണ് അതിനെ എടുക്കാറാവുക? സ്വന്തം മക്കൾ പോലും ചോദിക്കുന്നത് മയ്യത്തെടുക്കാൻ സമയമായോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വാപ്പയുടെ ശരീരം ഇനി വീട്ടിൽ വെച്ചാൽ നാറി പുഴുക്കാൻ തുടങ്ങും. രാത്രിയിൽ ഞങ്ങൾക്ക് ആ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് എപ്പോഴാണ് ഇത് കൊണ്ടുപോയി കുഴിച്ചിടുന്നതല്ലേ? എന്റെ സഹോദര സഹോദരി, അഹങ്കാരത്തിനും എല്ലാത്തിനും നമുക്ക് പ്രചോദനം തരുന്ന ഈ ശരീരം അതേത് സമയത്തും നിലയ്ക്കുന്നതാണെന്നിരിക്കെ, ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതാണെന്നിരിക്കെ, ആ ഒരു അഹങ്കാരത്തെ നിങ്ങളെ ലോകത്ത് നിന്ന് മാറ്റിവെക്കുക എന്ന് മഹാനായ സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. യഥാർത്ഥത്തിൽ ആ ഒരു ബോധമല്ലേ നമുക്ക് വേണ്ടത്? മഹാനായ സയ്യിദനാ ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്, അദ്ദേഹം ഖലീഫയായിരിക്കുമ്പോ, രാജാവായിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ബൈത്തുൽ മാലിലേക്ക് കുറെ ഒട്ടകത്തെ കൊണ്ടുവന്നു. വഖഫിന്റെ സ്വത്താണ്. ആ ബൈത്തുൽ മാലിന്റെ ഒട്ടകത്തെ കൊണ്ടുവന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോ അവര് നട്ടുച്ച നേരത്ത് ഉമർ റളിയല്ലാഹു തആല ഒട്ടകത്തെ കറക്കാൻ പോവുകയാ. കറക്കാൻ പോകുന്ന സമയത്ത് സക്കാത്തിന്റെ മുതലായിട്ട് വന്ന ബൈത്തുൽ മാലിന്റെ പൊതുജനങ്ങൾക്ക് അവകാശമുള്ള, എല്ലാവർക്കും അവകാശമുള്ള വഖഫിന്റെ സ്വത്ത് അതിന്റെ കൂടെയുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചിന്ത, അല്ലാഹുവേ, എന്നെ എല്ലാവരും വിശ്വസ്തയോടെ ഏൽപ്പിച്ചതല്ലേ, ആ ഒട്ടകത്തിന്റെ പാലങ്ങാനും ബൈത്തുൽ മാലിലെ പാലങ്ങാനും മറ്റതിൽ ചേർന്നു പോയാലോ എന്ന് വിചാരിച്ചിട്ട് വഖഫായി കൊണ്ടുവന്ന ഒട്ടകത്തിന് അടയാളമിടുകയാണ്. ആര്? ഉമർ റളിയല്ലാഹു അൻഹു ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചില്ല.
അവരെങ്ങാനും മാറിയെങ്ങാനും അടയാളമിട്ടാലും ഉത്തരവാദിത്വം ഉമറിനല്ലേ. ഞാൻ അവനെ ഏൽപ്പിച്ചു, അവൻ ചെയ്തെന്ന് എനിക്ക് പടച്ചവനോട് പറയാൻ പറ്റില്ലല്ലോ സഹോദരാ. കണ്ണും കാതും തുറന്ന് കേൾക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു മറ്റൊരു ഉദ്യോഗസ്ഥര്, നൂറുകണക്കിന് ഉദ്യോഗസ്ഥരുണ്ടെന്നിരിക്കെ ആ ഒട്ടകത്തിന് സ്വന്തമായിട്ട് അതിനെങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ഒട്ടകം ഒട്ടകം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് കടിഞ്ഞാൻ വിട്ടിട്ട് ഇളകി ഓടിയത്രേ. ഉദുഹയുടെ പോത്തോടുന്ന മാതിരി അതാ മരുഭൂമിയിലൂടെ ഓടുമ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വന്ധ്യവയോധികനായ വാർദ്ധക്യത്തിലേക്ക് എത്തിയ ഉമർ റളിയല്ലാഹു അൻഹു ആ ഒട്ടകത്തിന്റെ പുറകെ മരുഭൂമിയിലൂടെ ഓടുകയാണ്. ബൈത്തുൽ മാലിന്റെ വഖഫിന്റെ സ്വത്താണ്, അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പുറകിലൂടെ ഓടുമ്പോ അവസാനം ഓടിയോടി വൃദ്ധനായ ഉമർ റളിയല്ലാഹു അൻഹു തളർന്നു ഒട്ടകം കുതിച്ചോടാൻ തുടങ്ങി. ആ സമയത്താണ് തന്റെ വീടിന്റെ ജാലകവിരി നോക്കുമ്പോ മഹാനായ സയ്യിദുന അലി റളിയല്ലാഹു തആല ഈ കാഴ്ച കാണുന്നു. ഒരൊട്ടകത്തിന്റെ പുറകെ പാവപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു മണലിലൂടെ ഓടിയോടി തളരുന്നത് കണ്ടപ്പോ അലി റളിയല്ലാഹു അൻഹു വിളിച്ചു, അത്രയാ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ വിശ്വാസികളുടെ നേതാവേ, നിങ്ങൾ എന്തിനാണ് ഈ വയസ്സായിട്ട് നിങ്ങൾ ഓടുന്നത്? എന്തിന്? അല്പനേരം മാറി നിൽക്കും, ഞാനതിനെ പിടിച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞപ്പോ ഓട്ടത്തിന്റെ ഇടയിൽ തിരിഞ്ഞു നോക്കിയിട്ട് ജാലകവിരികൾക്കിടയിലൂടെ ചോദിച്ച അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, അലിയേ, ഓടിയോടി ഞാനൊന്ന് തളർന്നപ്പോ എന്നെ സഹായിക്കാൻ ഇവിടെ നീയുണ്ട്. നാളെ ഈ ഒട്ടകത്തിന്റെ പേരിൽ, ബൈത്തുൽ മാലിന്റെ ഒട്ടകത്തിന്റെ പേരിൽ പടച്ചവൻ എന്നെ പിടിച്ചു നിർത്തിയാൽ ആ സമയത്ത് നീ എന്നെ സഹായിക്കാൻ കാണുമോ? എന്റെ കൂടെ നിന്ന് നിങ്ങൾ കാണുമോ? എനിക്ക് വേണ്ടി എന്ത് ചെയ്യാനുള്ളവർ കാണുമോ? അവിടെ ഇതിനെ കണക്ക് ബോധിപ്പിക്കേണ്ടത് ഞാൻ ഒറ്റയ്ക്കല്ലേ. അതുകൊണ്ട് അലിയേ, ഇത് ഞാൻ കൈകാര്യം ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞു സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു. സഹോദരായ ആരാണെങ്കിലും എന്താണെങ്കിലും പടച്ചവനേൽപ്പിക്കുന്ന ബൈത്തുൽ മാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹു നമുക്കതിനെ കുറിച്ചുള്ള ബോധം തരട്ടെ. ആമീൻ പറയ് മനുഷ്യന്മാരെ, അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഇതെനിക്ക് നിങ്ങൾക്ക് മുന്നറിയിപ്പാണ്, ബോധമില്ലാഞ്ഞിട്ടല്ല, ചെവി കേൾക്കാഞ്ഞിട്ടല്ല. പക്ഷേ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. എന്താ പ്രശ്നം? ഇത് ബോധമില്ലാഞ്ഞിട്ടല്ല, ചെവി കേൾക്കാഞ്ഞിട്ടുമല്ല. പ്രശ്നം എന്താണ്? പ്രശ്നം അത് പടച്ചോൻ തന്നെ പ്രശ്നം പറയുന്നുണ്ട്. ശ്രദ്ധിച്ച് ഞാൻ പറയണ മുഴുവൻ പടച്ചോൻ പറഞ്ഞു, വാക്കവിടെ വകയായിട്ടൊന്നുമില്ല. ഇന്നാ ജഅൽനാ ഫീ അഗ്നാകിഹിം അഗ്ലാലാ ഫഹിയ ഇലൽ അദ്ഖാനി വഹും മുഖ്മഹൂൻ വജഅൽനാ മിൻ ബൈനി ഐദിഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. ഇന്നാ ജഅൽനാ ഫീ അഗ്നാകിഹിം അഗ്ലാലാ, അവരുടെ ചുമലിൽ ഞാൻ ചില ചങ്ങലക്കെട്ടുകൾ ഇട്ടിട്ടുണ്ട്. ഫഹിയ ഇലൽ അദ്ഖാനി വഹും ആ കെട്ടുകൾ പൊട്ടിച്ചെറിയാൻ അവർക്ക് കഴിയുന്നില്ല. ആ ചങ്ങലക്കെട്ട് ചിലപ്പോ രാഷ്ട്രീയമാവാം, അത് ചിലപ്പോ നാട്ടിലെ പ്രധാനപ്പെട്ട പദവികളാകാം, അതല്ലെങ്കിൽ ഞാൻ എങ്ങനെയായാൽ തിരുത്തിയാൽ എന്താകുമെന്നുള്ള മിഥ്യാബോധമാവാം. അവർക്ക് ചില ചങ്ങലക്കെട്ടുകളുണ്ട്, ചില ചങ്ങലക്കെട്ടുകൾ. ഇതൊക്കെ എനിക്ക് അറിയാം, എന്നിട്ട് ഞാൻ തിരുത്താ. പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? തിരുത്തണം. നമ്മൾ സ്വയം ചെയ്യണം. മനുഷ്യന്മാരെ തിരുത്തണം. എന്റെ പൊന്ന് സഹോദരൻ തിരുത്തിയേ പറ്റൂ. ഞാൻ എന്നോടാണേലും നിങ്ങളോടാണേലും തിരുത്തിയേ പറ്റൂ. എപ്പോ? അവരെ മുമ്പിൽ തടസ്സമുണ്ട്, പുറകിലും ചില തടസ്സങ്ങളുണ്ട്. ആ തടസ്സമാണ് പ്രശ്നം. അതിനെ മാറ്റണം. ഇതെനിക്ക് പ്രശ്നമല്ല, എനിക്കെന്റെ റബ്ബിന്റെ കോടതിയാണ് വലുത്. എല്ലാ തടസ്സങ്ങളും മാറ്റണം. അങ്ങനെ മാറ്റാൻ ഇതാരോടാ പറയേണ്ടത്? ഇന്നമാ തുന്ദിറു മനിത്തബഅ ദിക്റ വഖശിയ റഹ്മാന ബിൽ ഗൈബ് ഫബശ്ശിറുഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. യാസീന്റെ അർത്ഥം ഇതിനാ നിങ്ങൾക്ക് ഇതുവരെ ഓർത്തിട്ടുണ്ടോ?
ഈ യാസീൻ എന്ന് ഓതനുണ്ടല്ല, ആ ഓതനേന്റെ അർത്ഥം ഇതാന്ന് നിങ്ങൾ ഇതേവരെ ഓർത്തിട്ടുണ്ട്? നമ്മുടെ യാസീനോത്ത്, പ്രത്യേകിച്ച് മലയാളികളുടെ യാസീനോത്ത് ഒരു മഹാ തമാശയാണ്. നമ്മൾ ഖുർആൻ ഓതണ പോലെ ലോകത്തൊരു മനുഷ്യൻ ഖുർആൻ ഓതണം, മലയാളികൾ ഓതണമായിരുന്നു. അതിനൊരു പ്രത്യേക താളവും ഈണമൊക്കെയാണ്. അറബികൾ ഓതണം. നമ്മൾ അത് മലയാളിയുടെ ഒരു താളമാണ്. അറബികൾ ഇങ്ങനെ ഓതുവോ, നോർത്ത് ഇന്ത്യക്കാർ ഓതുവോ? അതെന്നറിയോ, നമ്മുടെ ഈ നാട്ടിലെ ഒരു സംഗീതം ഉണ്ടല്ലോ, മാപ്പിളപ്പാട്ട്, അത് നമ്മുടെ ഓത്തിലും വന്നിട്ടുണ്ട്. അതുണ്ട്. മല കണ്ട പൂങ്കാറ്റ് കാരക്ക നീ കൊണ്ടുവന്നാട്ടെ, കാരക്ക നയിക്കുന്ന നാടിന്റെ മധൂറും കിസ്സ പറഞ്ഞാട്ടെ. ആ ഒരു രീതി യാസീനോദിലുണ്ട്. ഇത് കൽബിനെ പിടിച്ചു കുലുക്കുന്ന ഗ്രന്ഥമാണ്. അതിനെക്കുറിച്ച് പഠിച്ച ഒരാൾക്ക് ഈ ഭൂമിയിൽ മാന്യനായിട്ട് അല്ലാതെ ജീവിക്കാൻ കഴിയില്ല. എല്ലാ തെറ്റിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്ന ആ ചോദ്യമാണ്. ഇന്നമാ തുന്തിറു, നബിയെ മുന്നറിയിപ്പ് പറഞ്ഞു, നരകത്തെ കുറിച്ച് പറഞ്ഞു, ഹിസാബിനെ കുറിച്ച് പറഞ്ഞു, ഖബറിനെ കുറിച്ച് പറഞ്ഞു. ആരോട്? ഈ ഖുർആനിനെ പിൻപറ്റുന്നവനോട്. അദൃശ്യതയിൽ പടച്ചവനെ പേടിക്കുന്നവനോട്. പരസ്യമായിട്ട് പടച്ചവനെ പേടിക്കുന്നവണ്ടല്ല. കാമത് കബീർ വാക്കവി കള്ളു കുടിക്കൂല. എന്തുകൊണ്ട്? നാട്ടുകാരെന്ത് പറയും? കബീർ വാക്കവി പലിശ മേടിക്കൂല. എന്തുകൊണ്ട്? നാട്ടുകാരെന്ത് പറയും? നാട്ടുകാര് പറയുന്നതാണ് നമ്മുടെ പ്രശ്നം. പടച്ചോനെ പേടിക്കേണ്ടത് എന്റെ റബ്ബ് കാണൂലേ? അത് ആര് കണ്ടില്ലെങ്കിൽ എന്റെ റബ്ബ് കാണൂലേ? ആരുടെ മുമ്പിൽ എനിക്ക് മാന്യനാവാം, പക്ഷെ റബ്ബിന്റെ മുമ്പിലോ പറ്റില്ലല്ലോ. ആ ഒരു ബോധ്യം വരാത്തടത്തോളം കാലത്ത് അതങ്ങ് മനസ്സിലാവണില്ലേ? നിങ്ങൾക്ക് ഇത് പറയണോണ്ട് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടാ? നമ്മള് മോഹം കണ്ടിട്ട് എനിക്കൊന്നും, ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ വേണം ഇറങ്ങിപ്പോൻ. ഞാൻ ഈ പറയണോണ്ട് എന്തേലും ദേഷ്യം എന്നോടുണ്ടാ? അദ്ദേഹം ഒന്നും മിണ്ടണില്ല. എന്റെ ഇല്ലല്ലേ ഉണ്ടെങ്കിൽ എനിക്കൊരു ദുഃഖമില്ല. എന്തുകൊണ്ട്? ഞാൻ ആരുടെ ആളായിട്ടല്ല സംസാരിക്കാം, ഒരാളെ എല്ലാവരോടും, എന്നോടും നിങ്ങളോടുമാണ് ഞാൻ പറയുന്ന. എന്റെ റബ്ബിന്റെ കലാമാണ്, അതിന്റെ അർത്ഥം മാത്രമാണ്. അത് പഠിച്ചാൽ എന്റെയും നിങ്ങളുടെയും ജീവിതം നന്നാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തെറ്റുപറ്റിയാൽ തിരുത്തണം. മഹാനായ സയ്യിദുനാ ഉമർ, ഞാൻ പറയാം സയ്യിദുനാ ഉമർ ഞാൻ പറയണെന്നറിയ, ആര് പറഞ്ഞാലും കേൾക്കാത്ത പ്രകൃതമായിരുന്നു അദ്ദേഹത്തിന്റെ. ആരെയും പേടിക്കാത്ത പ്രകൃതം. മക്കയെ കിടികിടാ വിറപ്പിച്ച ആയോധനാ വിദഗ്ധനും അധികായനുമായ ഒരു അധികായൻ. അദ്ദേഹത്തോട് ഏറ്റുമുട്ടാൻ ഒരാൾക്ക് പോലും ധൈര്യമില്ല. ഉമർ റളിയല്ലാഹു തആല രാജാവായിരിക്കുമ്പോ ഒരു കേസിന്റെ വിസ്താരണത്തിന് സാക്ഷിയായ ഒരു പെൺകുട്ടിയെ വിളിപ്പിച്ചു. ഉദ്യോഗസ്ഥന്റെ അടുത്ത് പറഞ്ഞു വിട്ടു. ഉമർ വിളിക്കുന്നുണ്ട്. പ്രസംഗം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. വെള്ളമൊക്കെ ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു വിട്ടു. ആ പെണ്ണിനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഉദ്യോഗസ്ഥൻ പോയിട്ട് വാതില് മുട്ടി. പെൺകുട്ടി വന്ന് വാതില് തുറന്നു. ഒരു കേസിന് നീ സാക്ഷിയാണ്, പ്രതിയല്ല, നീ സാക്ഷിയാണ്. വിചാരണക്ക് വേണ്ടി ഉമറിന്റെ മുമ്പിൽ ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട്. ഉമർ എന്ന് കേട്ടതും ഈ പെണ്ണ് പേടിച്ചു. ആ പേര് കേട്ടപ്പോ പേടിച്ചു പോയി. ആ പെണ്ണ് ഗർഭിണിയായിരുന്നു. ചാപിള്ളയെ പ്രസവിച്ചു. ആ പെണ്ണ് ഗർഭിണിയായി. ഉമർ എന്ന് പറയുന്ന വാക്ക് കേട്ടപ്പോ ഈ പെണ്ണ് പേടിച്ചു. ആ പേടിയിൽ ഗർഭാലസ്യം പോയി. ഗർഭാലസ്യം പോയാൽ എന്ത് ചെയ്യും? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ഈ പറയണത് നിങ്ങൾ ഇപ്പം നടക്കണ ഒരു കാര്യമായിട്ടും ബന്ധിപ്പിക്കരുത്. പടച്ചോനെ ഓർത്തു. ഇവിടെയാണേലും ശരി, രാഷ്ട്രീയമാണെങ്കിലും ശരി, ഗർഭാലസ്യം പോയി. അലസിപ്പോയപ്പോ എന്ത് ചെയ്യും? അത് സ്ത്രീയെ ബഹുമാനിക്കണം, ആദരിക്കണം, പെങ്ങളായി കാണണം. പക്ഷെ ഖുർആൻ പറഞ്ഞത് എങ്ങനെ കണ്ടാലും ആണും പെണ്ണും തമ്മിൽ അവിഹിതമായ ശാരീരിക ബന്ധമുണ്ടായാൽ വ്യഭിചരിച്ച ആണിനും പെണ്ണിനും 100 അടി കൊടുക്കും. അതിനകത്ത് പെണ്ണിന് പ്രിവിലേജ് ഒന്നുമില്ല. ആണ് പോയി ബസ് അങ്ങോട്ട് പോയി ഇടിച്ചാന്നും പറയാൻ പറ്റത്തില്ല. ശാരീരിക ബന്ധം ഉണ്ടായോ ആ തെറ്റിൽ രണ്ടുപേരും ഒരേപോലെ.
വ്യഭിചരിച്ച ആണിനെയും പെണ്ണിനെയും ഒരേപോലെ ശിക്ഷിക്കണം. അതിനകത്ത് പെണ്ണിന് പ്രിവിലേജ് ഒന്നുമില്ല ഇസ്ലാമിക നിയമത്തിൽ. ഇവിടെ ഉണ്ടോന്നില്ല, ഉണ്ടാ. അതിൽ രണ്ടുപേരും ഒരേപോലെ കുറ്റക്കാരാണ്. നമ്മുടെ നാട്ടിൽ ഒരാൾ പറഞ്ഞാൽ എന്ന് ഒരു ബസ് പോയി പോസ്റ്റ് ഇടിച്ചു. ഇതെങ്ങനെയാണ് ഇടിച്ചത്? ഞാൻ ഇങ്ങനെ സ്പീഡിൽ പോകാതെ പോസ്റ്റ് വന്ന് എൻ്റെ വണ്ടിയിൽ ഒറ്റ ഇടി. ആ കാക്ക പറയാണ് ഈ പോസ്റ്റ് പോയി, ആ പോസ്റ്റ് വന്ന് എൻ്റെ വണ്ടിയിൽ പോയി. നമ്മൾ മിക്കവാറും ഒരു കാര്യം പറയുമ്പോഴാണ് പോസ്റ്റ് വണ്ടി പോയി പോസ്റ്റ് ഇടിച്ചല്ല, പോസ്റ്റ് വന്ന് വണ്ടിയിൽ ഇടിച്ചാണ്. ഞാൻ അത് സമ്മതിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. സമ്മതിക്കുമ്പോഴാണ് ഒരുത്തൻ വലിയവനാണ്, മറച്ചു വെക്കുമ്പോഴാണ് ഒരുത്തൻ നിസ്സാരനാവും. സമ്മതിക്കും, എനിക്ക് തെറ്റുപറ്റി, ഞാൻ മലക്കല്ല, മനുഷ്യനാണ്, മനുഷ്യൻ തെറ്റുപറ്റുന്നവനാണ്. സഹോദരങ്ങളെ, എന്തുകൊണ്ട് അവർ പരസ്യപ്പോയി? വലിയ പ്രശ്നമായി. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് ആ ഭൃത്യം പറഞ്ഞു, ആരരെ അയാൾ ആ പെണ്ണിന്റെ ഗർഭം അലസിപ്പോയി. പേടിയായി. പടച്ചോനെ, ആ പെണ്ണിന്റെ ഗർഭം പോയാൽ ഒരു കുഞ്ഞ് മരിച്ചു പോയല്ലോ, എന്താ ചെയ്യുക? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബദറിലും മികന്തൊരു ശോഭന ബീവി ആമിനത്തന്റെ സബി വലതുൽ അമീനായി വന്ന നബി ആമന്നാ ബിറസൂലില്ലാഹി ഹസ്ബി റബ്ബി. മഹാനായ ഉമർ റളിയല്ലാഹുവിനോട് ഈ പടയാളി വന്ന് വിവരം പറഞ്ഞപ്പോ മഹാനവറുകളെ എല്ലാവർക്കും വല്ലാത്ത സങ്കടമായി. പടച്ചവനെ, ഞാൻ കാരണത്താൽ ഒരു സ്ത്രീയുടെ ഗർഭം അലസിപ്പോയല്ലോ. എല്ലാ അഗ്രഗണ്യരായ സഹാബത്തിനെ വിളിച്ചു നോക്കിയിട്ട് ഫത്വ ചോദിച്ചു. എല്ലാരോടും ഈ വിഷയം പറഞ്ഞിട്ട് ചോദിച്ചു, ഞാനിതിന് തെറ്റുകാരനാണോ അല്ലയോ? ആരാണ് തെറ്റ് ചെയ്തത്? ഞാനിതിന് തെറ്റുകാരനാണോ? എല്ലാ സഹാബത്തിനെയും വിളിച്ചു നിർത്തിയിട്ട് ഫത്വ ചോദിച്ചു. ഫത്വ എന്ന് പറഞ്ഞാൽ അഭിപ്രായം, തീരുമാനം, അത് ചോദിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു ഞാനാണ് രാജാവ്, ബാക്കിയുള്ളവരൊക്കെ എന്റെ താഴെയാണ്, ഞാൻ തന്നെ വിധിക്കും, ഞാൻ തന്നെ കൊല്ലും, ഞാൻ തന്നെ തൂക്കിലേറ്റും. അല്ല, എല്ലാരോടും. കാരണം എന്തുകൊണ്ട്? പടച്ചോന്റെ മുമ്പിൽ പോവണ്ടേ? ആ ഒരു ബോധ്യമുള്ളത് കൊണ്ട് എല്ലാവരോടും ചോദിച്ചു. എല്ലാവരും പറഞ്ഞു, ഇല്ല ഇല്ല ഉമറേ, ഉമറേ, നീ അതിലെ തെറ്റുകാരനല്ല, നീ തെറ്റുകാരനല്ല. കാരണം നീ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് നീ തെറ്റുകാരനല്ല ഉമറേ എന്ന് മഹാന്മാരായ എല്ലാ സഹാബത്തുകളും, മഹാന്മാരായ മുഴുവൻ സഹാബത്തുകളും ഫത്വ കൊടുത്തു. നീ തെറ്റുകാരനല്ല. എല്ലാരും പറഞ്ഞു. സദസ്സിൽ കുറെ സഹാബത്തുണ്ട്, അവരെല്ലാം ഫത്വ പറഞ്ഞു നീ തെറ്റുകാരനല്ല. പക്ഷെ ഒരു ഇസ്ലാമിക കാര്യത്തിൽ ഒരു മുഅ്മിനിന് പടച്ചോനെ പേടിയുണ്ടെങ്കിൽ പഴുതുകൾ അതിൽ ഉപയോഗിക്കില്ല. എന്തുപയോഗിക്കില്ല? എന്തുപയോഗിക്കില്ല? പഴുതുകൾ ഉപയോഗിക്കില്ല. ഒരാള് പറഞ്ഞു, 100 രൂപയ്ക്ക് 9 വെച്ച് പലിശ മേടിക്കരുത്, പടച്ചോൻ പോലും നിന്നെ വിടൂല. അപ്പോൾ അവന് കുഴപ്പമില്ല, പടച്ചോൻ മോളിൽ നിന്ന് കീപ്പോട്ട് നോക്കുമ്പോൾ 9 6 കാണും, അത്ര വലുതില്ല. പഴുതുകൾ, നമുക്ക് പഴുതുകൾ പറയാം. പണ്ട് ഒരു കുറുക്കനോട് ചോദിച്ചു, നിങ്ങൾ ഈ രാത്രിയിൽ ആരും അറിയാതെ ഇരിക്കുകൊണ്ടോന്ന് ഈ ഹറാം കൂടും പിന്നെ എന്നെ കൊണ്ട് വയ്യ. ഫോർ എക്സാമ്പിൾ, ഇനി ഇത് തിർമിദിയിലും ബുഖാരിയിലും ഉണ്ടോ എന്ന് ചോദിക്കരുത്, ഇത് ഒരു സാങ്കല്പിക കഥയാണ്. ഇനി ഇത് അപ്പൊ കുറുക്കത്തി പറഞ്ഞു, നിങ്ങൾ ഈ ഹറാമെല്ലാം കൂടെ എന്റെ എണ്ണാക്കി കൊണ്ടുവന്ന ഇത് മോട്ടിച്ചോണ്ട് വരുന്ന സാധനല്ലേ, ഞാൻ ഇതെന്റെ പള്ളയിലോട്ട് പോയി ഞാൻ ഇതിന് സമാനം പറയണ്ടേ? അപ്പൊ കുറുക്കൻ പറഞ്ഞു, വെറുതെ ആണ്, ഇത് ഹറാമൊന്നുമല്ല, ഇത് എല്ലാവരുടെയും പൂർണ്ണ പൊരുത്തവും സമ്മതവും മേടിച്ച് ഞാൻ കൊണ്ടുവരുന്ന സാധനമാണ് ഈ കോഴി. അപ്പൊ കുറുക്കത്തി ചോദിച്ചത് അങ്ങനെ. അത് ഞാൻ രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ കോഴിയെ പിടിക്കാൻ കോഴിക്കൂട്ടിൽ പോയി. ആ പട്ടിയലിന്റെ ഇടയിലൂടെ അവിടെ നിൽക്കുന്ന കോഴിയുടെ കാലിൽ ഞാൻ അങ്ങ് പിടിക്കും. പൊരുത്തം ചോദിക്കാൻ കോഴിയുടെ കാലിൽ ഞാനങ്ങ് പിടിക്കുമ്പോൾ കോഴി ബഹളം ഉണ്ടാക്കും, ഭയങ്കര കോഴി. അപ്പൊ എല്ലാവരും ടോർച്ചും വടിയും ഒക്കെ എടുത്ത് ചാടിയെടുത്ത് വന്നിട്ട് എഴുന്നേക്കുന്നവനെല്ലാം പറയും, പിടിയണം 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 എന്ന് പറഞ്ഞ് എല്ലാവരും വരും. എല്ലാവരും ഇങ്ങനെ നിർബന്ധിക്കും, ഞാൻ പിന്നെ പിടിച്ചോണ്ട് ഇങ്ങ് വരും. ആ വരണ എല്ലാവരും വട്ടം കൂടി പിടിയടാ പിടിയടാന്ന് എന്നോട് പറഞ്ഞ ഞാനതിനെ പിടിച്ചോണ്ട് വരും. യഥാർത്ഥത്തിൽ ഈ മസല ശരിയല്ലേ? നിങ്ങളെന്തേ പറയുന്നത്?
ശരിയല്ലേ? ആ വന്ന എല്ലാരും പിടിയടാ പിടിയടാ ഞാൻ ഇത് പിടിച്ചോണ്ട് വന്നു, ഇത് പൊരുത്തുള്ള നീ ധൈര്യമായിട്ട് തോന്നുന്നു. അയാൾ പണ്ട് കുറുക്കം പറഞ്ഞ മാതിരി ദീനിന്റെ കാര്യത്തിൽ കുറുക്കു വഴികളും പഴുതുകളും ഈമാനുള്ളവന് പറ്റില്ല. ഈമാനുള്ളവന് പറ്റില്ല. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് എല്ലാവരും പറഞ്ഞു, നീ തെറ്റുകാരനല്ല, നീ തെറ്റുകാരനല്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന് ആ അഭിപ്രായം വാങ്ങിച്ചു വെച്ചിട്ട് രക്ഷപ്പെടാം. അപ്പോഴാണ് മെല്ലെ സദസ്സിലോട്ട് നോക്കുമ്പോ ഒരാൾ മാത്രം ഒന്നും മിണ്ടുന്നില്ല. ആരാണ്? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി ആരാ? അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ. അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ. ഞാൻ ഈ വിജ്ഞാനത്തിന്റെ നഗരമാണെങ്കിൽ അലി അതിന്റെ കവാടമാണ്. ഹബീബായ നബി തങ്ങൾ ഏറ്റവും ഇൽമുണ്ടെന്ന് പറഞ്ഞ ആലിമാണ് അലി റളിയല്ലാഹു അൻഹു. അപ്പൊ ഇവരെക്കാൾ ഇൽമുള്ള ആള് അലി റളിയല്ലാഹു അൻഹു. അലിയൊന്നും മിണ്ടുന്നില്ല. ഇവരെക്കാൾ വിവരമുള്ള ആരാ? എന്നോട് പലരും പറഞ്ഞു, ഉസ്താദേ ഇവിടെ വരുമ്പോ ജുമയുടെ ഫത്വ എന്ന് പറയുന്നു. എനിക്ക് ഫത്വ വരാറുണ്ട്. സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, കെബി അബൂബക്കർ ഹസ്രത്ത്, അതേപോലെയാണ് എൻ്റെ ഗുരുനാഥന്മാര് പറഞ്ഞ ഫത്വയ്ക്ക് അപ്പുറത്തേക്ക് എനിക്ക് ഫത്വ വരാനില്ല. അതാണല്ലോ നമ്മള്. അതിനപ്പുറത്തോട്ട് തന്നെ, അതിനപ്പുറത്തേക്ക് ഒരു ഫത്വ വരാനെ കൊണ്ടുവിട്ടു ഇല്ലല്ലോ. അവര് നിന്ന് ഫത്വ എന്താണ് അതാ ഫത്വ. അതിനപ്പുറത്തോട്ട് പറയാൻ പറ്റില്ല. ഈമാൻ എന്ന് പറയുന്നത് അതിന്റെ ഭാഗത്താണ്. അലി റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ ആലിമാണ്. മെല്ലെ നടന്നു ചെന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അലിയേ അലിയേ, എല്ലാവരും പറയുന്നു ആ ഗർഭമലസിയതിന് ഉത്തരവാദി ഞാനല്ല എന്ന്. പക്ഷേ നിങ്ങൾ മാത്രം ഒന്നും പറയാതിരിക്കുന്നതെന്താ? നിങ്ങൾ പറയാതെ നിങ്ങളുടെ മൗനം എന്നെ വല്ലാതെ ബേജാറാക്കുന്നുണ്ടല്ലേ. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പറയണേ എന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് എല്ലാവരുടെയും മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് എല്ലാ അഭിപ്രായത്തിന്റെയും ഇടയിൽ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അമീറുൽ മുഅ്മിനീൻ അന്തൽ അമീനുഹാ. ആ പെണ്ണിന്റെ ഗർഭം മുത്രാലസിപ്പോയതിന്റെ ഉത്തരവാദി നിങ്ങൾ ഒരേ ഒരാൾ മാത്രമാണ്. അതിന്റെ കുറ്റം നിങ്ങൾക്ക് മാത്രമാണ് അലിയേ. അലി റളിയല്ലാഹു തആല അത്ഭുതത്തോടെ ചോദിച്ചു, എന്തായി പറയുന്നത് എന്റെ പ്രിയപ്പെട്ട അമീറുൽ മുഅ്മിനീൻ? ആ പെണ്ണിന്റെ ഗർഭം അലസാനുള്ള കാരണം എന്താ? ഉമർ എന്ന പേര് കേട്ടപ്പെടല്ലേ ഗർഭമലസിയത്. ഒരാള് കേട്ടാൽ പേടി തോന്നുന്ന വിധത്തിലുള്ള സ്വഭാവം നിനക്കുള്ളത് കൊണ്ടല്ലേ, അത്ര പരുക്കനായതുകൊണ്ട്, ആരെയും പേടിപ്പിക്കുന്ന സ്വഭാവം നിന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട്, ആ സ്വഭാവത്തിന്റെ ഉടമയായതുകൊണ്ട് ആ പെണ്ണ് പേടിച്ചു പോയത്. അതുകൊണ്ട് ആ ഗർഭമലസിയതിന്റെ ഉത്തരവാദി ഉമറേ നീയാണെന്ന് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എല്ലാവരും തനിക്ക് കൂടെ നിന്നപ്പോ നിശബ്ദനായി നിന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ പോയി സംഭവിച്ചതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ നിയമങ്ങളെ കീറി മുറിച്ചെറിഞ്ഞ് അലി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞിട്ട് കൈപിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി പറഞ്ഞു, അമലിയേ അല്ലാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ. ഉമറിനെ തിരുത്താണ് പടച്ചവൻ നിനക്കാണല്ലോ ഭാഗ്യം തന്നതലിയേ. സഹോദരാ സഹോദരി, എല്ലാത്തിനെയും അവസാനത്തെ ഒടുക്കത്തെ തത്വമേതെന്നറിയോ? ഏത് പടിതിലും രക്ഷപ്പെടാൻ കഴിയുന്ന ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത പടച്ചവന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമെന്നുള്ള ബോധമാണ്. അല്ലാഹു നമുക്കതിനെ തൗഫീഖ് നൽകട്ടെ. ആ വൃദ്ധ പറഞ്ഞു, അത്രയലാ ജസാഹുല്ലാഹു അന്നി ഖൈറാ. ഉമറേ, അല്ലാഹു ഉമർ ഗുണം പിടിക്കാതെ പോവട്ടെ. ഉമർ റളിയല്ലാഹു തആല വിലങ്ങണിയിച്ചില്ല, വെടിവെച്ചില്ല, കൽത്തുറുങ്കിൽ അടച്ചില്ല, കാരാഗ്രഹത്തിൽ പറഞ്ഞു വിട്ടില്ല. ഉമ്മ, നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? എത്ര നാളായി ഞാൻ ഇവിടെ ഭക്ഷണമില്ലാതെ ജീവിക്കുന്നു. അധികാരത്തിലേറിയിട്ട് ഇതേവരെ ഉമർ ഒരു ദിർഹം പോലും എനിക്ക് പെൻഷനായിട്ട് തന്നിട്ടില്ല. ഈ പെൻഷൻ പണ്ട് മുതലേ പ്രശ്നമാണ്. ആ ഉമർ റളിയല്ലാഹു അൻഹുവോട് വൃദ്ധ പറഞ്ഞു,
പറഞ്ഞു, ഇല്ല ഇല്ല, ഇത്രയും നാളായിട്ട് ഉമർ എനിക്ക് പെൻഷൻ തന്നിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമ്മ, മദീനയിൽ നിന്ന് കിലോമീറ്റർ അകലെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയുടെ അങ്ങേയറ്റത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന നിങ്ങളെ ഉമറിനെ അറിയാഞ്ഞിട്ടല്ലേ? കോപത്തോടെ ആ ഉമ്മ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്താണ് പറയുന്നത്? ഉമറിനെ എന്നെ അറിയില്ലെന്നോ? യഹ്കുമു ബൈനനാ വലാ യഅലമുനാ, ഞങ്ങളുടെ ഖലീഫയാണെന്ന് പറയുകയും എന്നിട്ട് ഞങ്ങളിൽ ഒരാളെ അറിയില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് പറയാം, പക്ഷേ പടച്ചോന്റെ മുമ്പിൽ പറയാൻ പറ്റൂ, ഉമറേ ഞാൻ അറിഞ്ഞില്ല, ഞാൻ കണ്ടില്ല, ഞാൻ കേട്ടില്ല, അതങ്ങനെയല്ല, അതിങ്ങനെയല്ല, പടച്ചോന്റെ മുമ്പിൽ പറയാൻ പറ്റുമോ ഉമറേ എന്ന ചോദ്യം വന്നപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പേടിച്ചു വിറച്ചുപോയി. തന്റെ പോക്കറ്റിൽ നിന്നൊരു 20 ദിർഹം കയ്യിലെടുത്തിട്ടുമ്മാ, ഇതേവരെ തരാതിരുന്ന മുഴുവൻ പെൻഷനും കൂട്ടി 20 ദിർഹം നിങ്ങൾക്ക് ഞാൻ തരാം, നിങ്ങളുടെ പരാതി നിങ്ങൾ പിൻവലിക്കുമോ? ആ വൃദ്ധ ഒന്നിച്ച് പെൻഷൻ കിട്ടിയപ്പോ പറഞ്ഞു, ഞാനത് പിൻവലിക്കാം, ഇനി പരാതിയില്ല. ആ 20 ദിർഹം ഉമ്മാന്റെ കയ്യിലോട്ട് വെക്കുമ്പോ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാതെ തെരഞ്ഞു ഓടി വരുമ്പോ ഒരു വൃദ്ധയുമായി സംസാരിച്ചു നിൽക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിളിച്ചു, യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ വിശ്വാസികളുടെ നേതാവേ. ആ വിളി കേട്ട വൃദ്ധ പേടിച്ചു വിറച്ചുപോയി. ഇങ്ങനെ ഒരാളെ വിളിക്കുന്നത് അന്നത്തെ ഖലീഫയാണ്, തന്റെ മുമ്പിൽ നിൽക്കുന്നത് ഉമറാണെന്നറിഞ്ഞ് ഞെട്ടിത്തരിച്ചിട്ട് ആ ഉമ്മ പേടിച്ചു വിറക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉമറേ എന്നെ ശിക്ഷിക്കരുതേ, നിങ്ങൾ ഖലീഫയാണെന്ന് ഞാൻ അറിഞ്ഞില്ല, ഉമറാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പേടിച്ചരണ്ട് കരയുമ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനെ വിളിച്ചു, ഇബ്നു മസ്ഊദേ ഒരു ചെറിയ തോൽക്കഷണം കൊണ്ടുവാ. ആ തോൽക്കഷണം കൊണ്ടുവന്നു. എന്നിട്ട് അതിനകത്തെഴുതി, ഇന്നയാളുടെ മകളായ ഇന്ന പെണ്ണിനോട് ഉമർ ഉണ്ടാക്കുന്ന ഒരു കരാറുണ്ട്, ഇതുവരെ കൊടുക്കാത്ത പെൻഷനെല്ലാം ഒന്നിച്ചു കൂട്ടി വെച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇബ്നു മസ്ഊദേ താഴെയൊന്ന് ഒപ്പിടണേ. മോനെ അബ്ദുല്ലാ, താഴെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സാക്ഷിയായി ഒപ്പിട്ടു. മോനെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ കരാർ പത്രം ഇങ്ങനെ ചുരുട്ടിയിട്ട് കയ്യിൽ വെച്ചിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മോനെ അബ്ദുല്ലാ, എന്റെ വാപ്പയായ ഞാൻ മരിച്ചു കഴിയുമ്പോ ഈ കരാർ പത്രം എന്റെ കഫൻ തുണിയുടെ കൂടെ അങ്ങ് കെട്ടിവെച്ചേക്കണേ. നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഈ വൃദ്ധയെങ്ങാനും എനിക്കെതിരെ വിരൽ ചൂണ്ടിയാൽ ആ സമയത്ത് ഉമറിന്റെ ഏക സാക്ഷി ഇതാണെന്ന് പറഞ്ഞ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വരുന്നുണ്ട് ദിവസം മഹ്ശറ, അകത്തുള്ളതെല്ലാം വന്ന് തള്ളും മക്ബറ. എല്ലാവരും ഈ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫദാ വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിറദാ. എല്ലാവരും ഏകനായ റബ്ബിന്റെ മുമ്പിൽ, ഖഹാറായ റബ്ബിന്റെ മുമ്പിൽ, ജബ്ബാറായ റബ്ബിന്റെ മുമ്പിൽ ഒരുമിച്ച് നിൽക്കുന്ന ദിവസം, കത്തിക്കാളുന്ന നരകത്തെ കാണുന്ന ദിവസം, ഫഅൻദർതുകും നാറൻ തലല്ലാ ലാ യസ്ലാഹാ ഇല്ലൽ അഷ്ഖാ.